വീണ്ടും വരുന്ന കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പുനരുത്ഥാനത്തിൻ്റെ ദിവസത്തിൽ നമുക്ക് ഒരുമിച്ച് ദൈവത്തെ ആരാധിപ്പാനും ദൈവത്തെ സ്തുതിപ്പാനും ദൈവം തന്ന വലിയ കൃപയ്ക്കായി ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. ഈ പകലിൽ ദൈവവചനത്തിൻ്റെ ചിന്തയ്ക്കായി നമ്മൾ കടന്നു പോകുമ്പോൾ അനേക വാഗ്ദത്തങ്ങൾ ദൈവം നമ്മളോട് സംസാരിച്ചിട്ടുണ്ട്. അനേക വാഗ്ദത്തങ്ങൾ. ഒരു ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ അടിസ്ഥാന സത്യം എന്ന് പറയുന്നത് വാഗ്ദത്തങ്ങളാൽ നിറയപ്പെടുന്നവരാണ് ദൈവമക്കൾ. ആ വാഗ്ദത്തങ്ങളെ നമ്മുടെ ജീവിതത്തിനകത്ത് ആ വാഗ്ദത്തങ്ങൾ ഉണ്ടെങ്കിൽ ആ വാഗ്ദത്തങ്ങളെ നമ്മൾക്ക് എങ്ങനെ പ്രാപിക്കാൻ പറ്റണം? ദൈവം പല ആലോചനകളും ദൈവത്തിൻ്റെ ആത്മാവ് നമ്മൾ വെളിപ്പെടുത്തും. അതിനുവേണ്ടി ദൈവം തൻ്റെ ദാസന്മാരായ പ്രവാചകന്മാരെ ദൈവം നമ്പരാനാക്കി വച്ചിരിക്കുന്നത് പല മേഖലകളിൽ. അതുകൊണ്ട് ബൈബിൾ പറയുന്ന പ്രകാരത്തിനകത്ത് പറയുന്നു, ചിലരെ ഉപദേഷ്ടാക്കന്മാരായി എപ്പോഴും ദൈവസഭ എന്ന് പറഞ്ഞ പ്രവാചകന്മാരുടെ കീഴിലാണ് ദൈവസഭ നിൽക്കുന്നുണ്ട്. പ്രവാചകന്മാരുടെ കീഴിലാണ്, പ്രവാചകന്മാരുടെ കീഴിലാണ് ഒരു ദൈവസഭ. അതിനകത്ത് ഉപദേഷ്ടാക്കന്മാർ വരാം, അതിനകത്ത് മൂപ്പന്മാർ വരാം. അങ്ങനെ പല ആൾക്കാരെ ദൈവം നിയന്ത്രിക്കും, അതിനകത്ത് സഭയ്ക്കകത്ത് വെക്കുന്നു. എന്നാൽ ഇപ്പോഴും ദൈവസഭ പ്രവാചക അടിസ്ഥാനത്തിലാണ് നിൽക്കുന്നത്. അപ്പം നമ്മുടെ അകത്ത് നമ്മൾ അറിയണം, നമ്മുടെ മേലുള്ള ദൈവിക ആലോചനകൾ ദൈവം നമുക്ക് തന്നിട്ടും അതിനെ വെളിപ്പെട്ടു വരാതിരിക്കുന്ന ഒരു കാലഘട്ടമുണ്ട്. നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മൾ അനേക പ്രവചനങ്ങൾ നമ്മൾ കേട്ടതാണ്. എന്നാൽ ചില സമയങ്ങളിൽ അതൊന്നും നമുക്കത് റിലീസ് ചെയ്യാൻ, നമുക്കതിനെ ലഭിക്കപ്പെടാതെ പോകുന്നുണ്ട്. അപ്പോൾ ഈ നമുക്ക് കേട്ടതിനെ റിലീസ് ചെയ്യണമെങ്കിൽ ദൈവസന്നിധിയിൽ നമ്മൾ ഏറ്റവും വലിയ നമ്മൾ ഒരുക്കമുള്ളവരും പ്രാർത്ഥിക്കുന്നവരുമാകണം. ഞാൻ എപ്പോഴും പറയുന്നു, ഒരു നിസ്സാരമായ ഒരു കാര്യത്താലോ നിസ്സാരമായ ഒരു ഇടപാടുകളിലോ ദൈവത്തിൽ നിന്ന് ഒരു നന്മയും നിങ്ങൾ ആഗ്രഹിക്കുന്ന തലത്തിൽ കിട്ടത്തില്ല ഒരിക്കലും. ദൈവം അത്ഭുതത്തെ അടയാളങ്ങളും ദൈവം ചെയ്തിട്ടുണ്ട്. യേശു കർത്താവിൻ്റെ അരികിൽ വന്ന രക്തസ്രാവക്കാരി, മുടന്തനായ മനുഷ്യൻ, എല്ലാവരും ചെയ്തിട്ടുണ്ട്. പക്ഷെ ദൈവസന്നിധിയിൽ നിങ്ങൾ എപ്പോഴും അറിയണം, അത് ജാതികളായിരിക്കുന്ന പലരും യേശുവിന് അരികിൽ വന്നു, അവർക്ക് സൗഖ്യങ്ങൾ വന്നു, വിടുതലുകൾ നടന്നു, എല്ലാം നടന്നു. പക്ഷേ അടുത്ത സ്റ്റേറ്റ്മെൻറ്റിലേക്ക് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കണം. യേശുവിനെ അരികിലേക്ക് വന്ന പത്രോസ് അത്ഭുതം കണ്ടു, അടയാളങ്ങൾ കണ്ടു. അതിനുശേഷം പത്രോസ് ആരുടെ കൂടെ വന്നു? നിങ്ങളെൻ്റെ കൂടെ ഉണ്ടോ? ക്രിസ്തുവിൻ്റെ കൂടെയുണ്ട്. യേശുവിൻ്റെ കൂടെ വരുക. ഈ യേശുവിൻ്റെ കൂടെ വന്ന പത്രോസ് അത്ഭുതമല്ല കാണുന്നത്, പത്രോസ് അത്ഭുതമായി മാറുകയായിരുന്നു. നിങ്ങൾ പിടികിട്ടുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. അബ്രഹാം ദൈവത്തിന് അരികിൽ വന്നു, അബ്രഹാം ഒരത്ഭുതമായി മാറുകയായിരുന്നു. എന്ന് പറഞ്ഞാൽ അബ്രഹാമിന് പോലും ചിന്തിക്കാൻ മേലാത്ത തലത്തിലേക്ക് ദൈവം അബ്രഹാമിനെ അത്ഭുതമാക്കി മാറ്റി. നിങ്ങളുടെ അകത്ത് വ്യക്തമായി മനസ്സിലാവുന്നു, പലരും യേശുവിനരികിൽ വന്നു. ഞാൻ പറഞ്ഞ പല രോഗികളുടെ അടുത്ത് നമ്മൾ പോയി പ്രാർത്ഥിക്കാറുണ്ട്, അത്ഭുതങ്ങൾ നടക്കാറുണ്ട്, അടയാളങ്ങൾ നടക്കാറുണ്ട്. എന്നാൽ അപ്പോൾ നമ്മൾ ചെന്ന മണ്ഡലം നിങ്ങളുടെ അകത്ത് നോക്കണം. യേശുവിനരികിൽ നമ്മൾ വന്നു, നമുക്ക് ചില വിടുതലുകളൊക്കെ നമ്മൾ നടന്നു, അത്ഭുതങ്ങൾ. പക്ഷെ ദൈവം ആഗ്രഹിക്കുന്ന എന്താ അറിയോ? നമ്മൾ ഒരത്ഭുതമായി മാറുവാനാണ്. ഹല്ലേലൂയ. പത്രോസ് അപ്പോസ്തലൻ പിന്നീടുള്ള കാലഘട്ടത്തിനകത്ത് നോക്കുമ്പോൾ പത്രോസ് ഒരു അത്ഭുതമായി ദൈവം മാറ്റി, പൗലോസിനെ ഒരു അത്ഭുതമായി മാറ്റി. ആമേ, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാവരും ദൈവം ഒരു അത്ഭുതമാക്കി മാറ്റിയെങ്കിൽ ദൈവസഭയ്ക്കകത്തിരിക്കുന്ന വ്യക്തികളും അറിയണം, നിങ്ങളെ ദൈവം ഒരു അത്ഭുതമാക്കി മാറ്റുവാനാണ്. ഹല്ലേലൂയ. എത്ര പേര് വിശ്വാസത? നിങ്ങളെ കൂടെ ചില അത്ഭുതങ്ങളെ നടക്കുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. അവൻ പത്രോസ് അപ്പോസ്തലനെ തിരഞ്ഞെടുക്കുന്നു, പൗലോസിനെ എടുക്കുന്നു. നിങ്ങൾ ഇങ്ങോട്ട് വായിച്ചു വന്നു കഴിഞ്ഞാൽ അപ്പോസ്തല പ്രവൃത്തി 8 എടുക്കുമൊന്നും വേണ്ട, അതിനകത്തെല്ലാം പറയുമ്പോൾ അമ്മ ഈ ഫിലിപ്പോസൊക്കെ അത്ഭുതങ്ങൾ ചെയ്തതായിട്ട് അവരൊരു അത്ഭുതമായി മാറിയെങ്കിൽ ഇന്ന് പകൽ നിങ്ങളുടെ അകത്തറിയണം, നിങ്ങൾ ആരായി മാറണം? ദൈവത്താൽ ഒരത്ഭുതമായി മാറണം. ഹല്ലേലൂയ. അനേകർ ഉറ്റുനോക്കത്ത തലത്തിൽ ദൈവത്താൽ ഒരു മാറണം. അബ്രഹാം ഒരു അത്ഭുതമല്ലേ? അത്ഭുതം. അബ്രഹാം ഒരു അത്ഭുതമാ. എങ്ങനെ അത്ഭുതമായത്? ലോകത്തിന്റെ മുന്നിൽ ദൈവത്തിന്
ദൈവത്തിന്റെ വിളിയുള്ള അബ്രഹാം ആമേൻ തന്റെ ചാർച്ചക്കാർ പിതൃഭവനം വിട്ടിറങ്ങി ദൈവം പറഞ്ഞ സ്ഥലത്തേക്ക് പോകുന്നു. ദൈവത്തെ ആരാധിച്ചും ആത്മാവി സത്യത്തിലും ആരാധിച്ച് അബ്രഹാം പോകുന്നുവെങ്കിലും അബ്രഹാമിനെ അബ്രഹാം പിന്നീട് ജനത്തിന്റെ മുന്നിൽ അബ്രഹാം ഒരു അത്ഭുതമായി മാറി. കാരണം നിങ്ങളുടെ അകത്തൊരു കാര്യമാണ്, മനുഷ്യൻ അസാധ്യമെന്ന് പറയുന്നത് മുഴുവൻ അബ്രഹാമിന്റെ ജീവിതത്തിൽ സാധ്യമായി വന്നു. സാധ്യമായി വന്നാൽ ജാതികളായിരിക്കും ജനം നോക്കിയിട്ട് അബ്രഹാമിനെ നോക്കിയിട്ട് പറയണം, ഇത് ഒരു അത്ഭുതമാണ്. ഇന്ന് പകലിൽ ആമേൻ നിങ്ങളുടെ ഭവനത്തെയോ നിങ്ങളുടെ തലമുറയോ നോക്കിക്കൊണ്ട് ഇങ്ങനെ പറയണം, ഇതൊരു അത്ഭുതമാണ് കേട്ടോ, ഇവരൊരു അത്ഭുതമാണ്, അല്ലെങ്കിൽ ഇതൊരു അത്ഭുതമാണെന്ന് പറയുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യാം. ലാസർ ഉയർത്തത് ഒരു അത്ഭുതമാണ്, പക്ഷേ ഏറ്റവും വലിയ അത്ഭുതം യേശുവാണ്. ലാസർ പിടികിട്ടുന്നു ഞാൻ കൊണ്ടുവരുന്ന സബ്ജക്റ്റ്. ലാസർ ഉയർത്തു, വലിയൊരു അത്ഭുതമാണ്, പക്ഷെ അതിനേക്കാൾ വലിയൊരു അത്ഭുതം യേശുവാ. അതിനേക്കാൾ വലിയൊരു അത്ഭുതം നടക്കുക, മരിച്ച് അടക്കപ്പെട്ടവൻ, കല്ലറയിൽ അടക്കപ്പെട്ട് പടയാളികൾ കാവൽ നിൽക്കുന്നവൻ 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റെങ്കിൽ യേശു ഒരു അത്ഭുതമാണ്. ഇന്ന് പകലിൽ നിങ്ങളുടെ അകത്ത് വിളിക്കട്ടോ, നിങ്ങളെ ദേശത്ത് ദൈവം വിളിച്ചാക്കിയിരിക്കുന്നത് നിങ്ങളൊരു അത്ഭുതമാകുവാൻ വേണ്ടിയാ. ഹല്ലേലൂയ. പത്രോസിന്റെ നിഴൽ തട്ടുമ്പോൾ രോഗി സൗഖ്യമാകുന്നെങ്കിൽ പത്രോസ് അപ്പോസ്തലൻ ഒരു അത്ഭുതമാണ്. ഇന്ന് പകൽ പരിശുദ്ധാത്മാവിനകത്ത് വിളിച്ചു പറയണം, ഞാനൊരു അത്ഭുതമാകാൻ പോകുകയാണ്. കാരണം നമ്മുടെ മേൽ ദൈവം ഇട്ടിരിക്കുന്ന വാഗ്ദത്തങ്ങൾ ഉണ്ടെങ്കിൽ ആ വാഗ്ദത്തങ്ങളെ ഇന്ന് പകൽ എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? ആ വാഗ്ദത്തങ്ങൾ ഉള്ളവൻ ഒരത്ഭുതമായി മാറും. വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യം. ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായം 11-ാമത്തെ വാക്യം. അവൻ ഒരു സ്ഥലത്തെത്തിയപ്പോൾ സൂര്യൻ അസ്തമിക്കൊണ്ട് അവിടെ രാപാർത്തു. അവൻ ആ സ്ഥലത്തെ കല്ലുകളിൽ ഒന്നെടുത്ത് തലയണയായി വെച്ച് അവിടെ കിടന്നുറങ്ങി. 12. അവനൊരു സ്വപ്നം കണ്ടു. ഇതാ ഭൂമിയിൽ വച്ചിരിക്കുന്ന ഒരു കോവണി, അതിന്റെ തല സ്വർഗത്തോളം എത്തിയിരിക്കുന്നു. ദൈവത്തിന്റെ ദൂതന്മാർ അതിന്മേൽ കൂടി കയറുകയും ഇറങ്ങുകയുമായിരുന്നു. അതിന്മീതെ യഹോവ നിന്ന് അരുളി ചെയ്തത്, ഞാൻ നിന്റെ പിതാവായ അബ്രഹാമിന്റെ ദൈവവും ഇസഹാക്കിന്റെ ദൈവവുമായ യഹോവയാകുന്നു. നീ കിടക്കുന്ന ഭൂമിയെ ഞാൻ നിനക്കും നിന്റെ സന്തതിക്കും തരും. നിന്റെ സന്തതി ഭൂമിയിലെ പൊടി പോലെയാകും. നീ പടിഞ്ഞാറോട്ടും കിഴക്കോട്ടും വടക്കോട്ടും തെക്കോട്ടും പരക്കും. നീ മുഖാന്തരവും നിന്റെ സന്തതി മുഖാന്തരവും ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. 15-ാമത്തെ വാക്യം. ഇതാ ഞാൻ നിന്നോട് കൂടെയുണ്ട്. നീ പോകുന്നിടത്തൊക്കെയും നിന്നെ കാത്ത് ഈ രാജ്യത്തേക്ക് നിന്നെ മടക്കി വരുത്തും. ഞാൻ നിന്നെ കൈവിടാതെ നിന്നോട് അരുൾ ചെയ്തത് നിവർത്തിക്കും. ദൈവം ഒരു ദർശനം കൊടുക്കുക, യാക്കോബിന് ഒരു ദർശനം കൊടുക്കുക. ഒരു ദർശനം കൊടുക്കുക. നമ്മൾ പഴയ നിയമത്തിൽ വായിക്കുമ്പോൾ യോസേഫിന് ദൈവം ഒരു ദർശനത്തെ കൊടുത്തു. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പത്രോസിന് ദൈവം ഒരു ദർശനത്തെ കൊടുക്കുന്നു. ഇവിടെ ദൈവം കിടന്നുറങ്ങുന്ന യാക്കോബിന് ദൈവം ഒരു ദർശനം കൊടുക്കുക, ഒരു സ്വപ്നം കാണുക. ആ സ്വപ്നത്തിനകത്ത് ഇങ്ങനെ ഇരിക്കുന്ന ദൂതന്മാർ ഗോവണി വഴി കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നത് കാണുന്നു. അതിനുശേഷം വരുമ്പോ ഇങ്ങോട്ട് പറയുക, അതിന്മീതെ യഹോവ നിന്നു അരുളി ചെയ്തത്, ഞാൻ നിന്റെ പിതാവിന്റെ വല്യപ്പന്റെ അപ്പനാണ്, അല്ല ദൈവമാണ്, ഇസഹാക്കിന്റെ ദൈവമാണ്, യഹോവയാകുന്നു. നീ കിടക്കുന്ന ഭൂമിയെ ഞാൻ നിനക്കും നിന്റെ സന്തതിക്കും. ദൈവം ഒരു ദർശനം കൊടുക്കുക, നീ കിടക്കുന്ന ഭൂമി നിനക്കും നിന്റെ സന്തതിക്കും തരും. 14. നിന്റെ സന്തതി ഭൂമിയിലെ പൊടി പോലെയാകും. നീ പടിഞ്ഞാറോട്ടും കിഴക്കോട്ടും വടക്കോട്ടും തെക്കോട്ടും പരക്കും. നീ പരക്കും. നീ മുഖാന്തരവും നിന്റെ സന്തതി മുഖാന്തരവും ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. ഇതാ ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഇത് ഇവിടെ നിങ്ങൾ അറിഞ്ഞോളം,
യഹോവയായ ദൈവം ഇതാ നിന്നോടുകൂടെ ഞാനുണ്ട്. എന്തിനു വേണ്ടി? നിന്നോട് അരുളി ചെയ്തത് നിവർത്തീകരിക്കപ്പെടുവാൻ ഞാൻ നിന്നോട് കൂടെയുണ്ട്. നിങ്ങൾ എൻ്റെ കൂടെ വന്നോണം. ഇവിടെ ദൈവം ഒരു അരുളപ്പാട് കൊടുത്തിട്ട്, ഒരു ദർശനം കൊടുത്തിട്ട് ദൈവം പറയുക, ഇവിടെ ഒരു ദർശനം കണ്ടത് അങ്ങ് മാറ്റിപ്പോവല്ല, ഇതാ ഞാൻ നിന്നോട് കൂടെയുണ്ട്, നീ പോകുന്നിടത്തൊക്കെയും നിന്നെ കാത്ത് ഈ രാജ്യത്തേക്ക് നിന്നെ മടക്കി വരുത്തും, ഞാൻ നിന്നെ കൈവിടാതെ നിന്നോട് അരുളി ചെയ്തത് നിവൃത്തിയാകും. ഞാൻ നിന്നോട് പറഞ്ഞത് നിവൃത്തിയാകുമെന്ന് ദൈവം അവനൊരു ദർശനം കൊടുത്തു. നിങ്ങളെ അകത്തറിയണം, ഇതുപോലെ 100 കണക്കിന് പ്രവചനങ്ങൾ കേട്ടവരാ നിങ്ങൾ. ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് നിങ്ങൾ കേട്ടവരെങ്കിലും ഇവിടെ നോക്കിക്കോണം. ഒരു വ്യക്തിയോട് ദൈവം ഒരു ദർശനം കൊടുത്തു. അതിന്റെ 32-ാം അധ്യായം നിർത്തി. ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായം 28-ാമത്തെ വാക്യം. ദൈവത്തോടും ഒന്ന് ഓർത്ത് 23-ലേക്ക് ഒന്ന് വന്നു. 23-ലേക്ക് 23-ലോ 22-ൽ വെച്ചു. 22 വെച്ച് അല്ല, നിങ്ങൾക്ക് പിടികിട്ടത്തില്ല. രാത്രിയിൽ അവൻ എഴുന്നേറ്റു തന്റെ 2 ഭാര്യമാരെയും 2 ദാസിമാരെയും 11 പുത്രന്മാരെയും കൂട്ടി യാബോക്ക് കടവ് കടന്നു വന്നു. അങ്ങനെ അവൻ അവരെ കൂട്ടി ആറ്റിനരികെ കടത്തി തനിക്കുള്ളതൊക്കെയും അക്കരെ കടത്തിയ ശേഷം യാക്കോബ് തനിയെ ശേഷിച്ചു. അപ്പോൾ ഒരു പുരുഷൻ ഉഷസ്സാകുവോളം അവനോട് മല്ലു പിടിച്ചു. അവനെ ജയിക്കയില്ല എന്ന് കണ്ടപ്പോൾ അവൻ അവന്റെ തുടയുടെ തടം തൊട്ടു. ആകയാൽ അവനോട് മല്ലു പിടിക്കാൽ യാക്കോബിന്റെ തുടയുടെ തടം ഉളുക്കിപ്പോയി. എന്നെ വിടുക, ഉഷസ്സുദിക്കുന്നുവല്ലോ എന്ന് അവൻ പറഞ്ഞതിന്, നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല എന്ന് അവൻ പറഞ്ഞു. നിന്റെ പേർ എന്ത് എന്ന് അവൻ അവനോട് ചോദിച്ചതിന്, യാക്കോബ് എന്ന് അവൻ പറഞ്ഞു. നീ ദൈവത്തോടും മനുഷ്യരോടും മല്ലു പിടിച്ച് മനുഷ്യരോടും മല്ല് പിടിച്ച് ജയിച്ചതുകൊണ്ട് നിന്റെ പേർ ഇനി യാക്കോബ് എന്നല്ല, നിന്റെ പേർ ഇനി യാക്കോബ് എന്ന ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടും എന്നതേയുള്ളൂ. ഇതിന്റെ പുറത്തെ വാക്യത്തിനകത്ത് നോക്കുമ്പോൾ ഈ മനുഷ്യന്റെ മേൽ, യാക്കോബിന്റെ മേൽ എന്ത് വന്നിട്ടുണ്ട്? ഒരു ദർശനം വന്നിട്ടുണ്ട് ഇല്ലേ? നിങ്ങളെൻ്റെ കൂടെ ഒന്ന് പറഞ്ഞേ, നിന്നിട്ട് വേണേ നീ കടന്നു പോകാൻ. ഞാൻ നിങ്ങളുടെ അകത്തൊന്ന് കടക്കാൻ ഇങ്ങനെ കൊണ്ടിരുന്നേ. ഒരു ദർശനം അകത്ത് ലഭിക്കപ്പെട്ടു. ഈ ദർശനം ലഭിക്കപ്പെടേണ്ടത് ആരുടെ ആവശ്യമാണ്? ദൈവം ഒരു വാഗ്ദത്തം പറഞ്ഞു. ഈ വാഗ്ദത്തം ലഭിക്കപ്പെടേണ്ടത് ആരുടെ ആവശ്യമാ? നമ്മുടെ ആവശ്യമാ അല്ലേ? ദർശനം നമുക്ക് കിട്ടി, പ്രവചനം നമുക്ക് കിട്ടി. ഇത് ദൈവം പറഞ്ഞു, ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. എന്തിനു വേണ്ടി? ഈ ദർശനത്തെ, നീ കണ്ടതിനെ വെളിപ്പെടുത്താൻ. ഇവിടെ നോക്കിയേ, അവന്റെ ഭാര്യയെയും മക്കളെയും എല്ലാം കടവ് കടത്തി അക്കരെ ആക്കിയതിനു ശേഷം അവൻ എന്തിനു വേണ്ടി ഇരിക്കുക? അവൻ ദൈവസന്നിധി പ്രാർത്ഥിക്കുവാനിരിക്കുക. ഇവിടെ പറയുന്നു, അവന് ആരോടാ മല്ലുപിടിക്കുന്നേ? ഇവിടെ പറയുന്നു 22, നീ ദൈവത്തോടും മനുഷ്യരോടും മല്ലുപിടിച്ച് ജയിച്ചതുകൊണ്ട് നിന്റെ പേർ ഇനി യാക്കോബ് എന്നല്ല, നീ ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടും. 29-ാമത്തെ വാക്യമോ? യാക്കോബ് അവനോട്, നിന്റെ പേർ എനിക്ക് പറഞ്ഞു തരണമെന്ന് അപേക്ഷിച്ചു. നീ എന്റെ പേർ ചോദിക്കുന്നത് എന്ത് എന്ന് അവൻ പറഞ്ഞു. അവിടെ വെച്ച് അവനെ അനുഗ്രഹിച്ചു. 30-ാമത്തെ വാക്യം പറയുന്നു, ഞാൻ ദൈവത്തെ മുഖാമുഖമായി കണ്ടിട്ടും എനിക്ക് ജീവഹാനി വന്നില്ല എന്ന് യാക്കോബ് പറഞ്ഞ് ആ സ്ഥലത്തിന് പെനിയേൽ എന്ന് പേരിട്ടു. അപ്പൊ പ്രാർത്ഥന അല്ലെങ്കിൽ ദൈവസന്നിധിയിൽ വാഗ്ദത്തം കിട്ടിയാലും ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ നിന്ന് വാഗ്ദത്തങ്ങളെ പ്രാപിക്കാൻ നിൽക്കുന്നവർക്ക് ഇത് ലഭിക്കപ്പെടത്തുള്ളൂ. പിടികിട്ടുന്നു നിങ്ങളുടെ അകത്ത്? നമുക്കൊരു പ്രവചനം കിട്ടി, നമുക്കൊരു വാഗ്ദത്തം കിട്ടി, അതിങ്ങ് വന്നോളൂ എന്ന് ഒരിക്കലും സ്വപ്നത്തിൽ വിചാരിക്കരുത്. അത് വരത്തില്ല. അത് ലഭിക്കപ്പെടണമെന്ന് വരികിൽ ദൈവസന്നിധി, ഇവിടെ നോക്കിയ ദൈവത്തോട് നിലവിളിച്ച് പ്രാർത്ഥിക്കരുത്. യേശു പറഞ്ഞു, അവൻ ഈ അറയിൽ കയറി വാതിലടച്ച് നിന്റെ ദൈവത്തോട് നീ പ്രാർത്ഥിക്കണം.
ഇവിടെ യാക്കോബ് ദൈവസന്നിധിയിൽ ദൈവത്തോട് മല്ലുപിടിക്കുവാൻ തുടങ്ങി. എന്നതാണ് യാക്കോബിന്റെ ആഗ്രഹം? നീ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ വിടത്തില്ല. എന്നതാ കാരണം എന്നറിയോ? നീ എന്നോട് പറഞ്ഞൊരു വാഗ്ദത്തമില്ലേ, അതെനിക്ക് ലഭിച്ചേ മതിയാകത്തുള്ളൂ. നീ എന്നോട് പറഞ്ഞില്ലേ അബ്രഹാമിനെ അനുഗ്രഹിച്ച ദൈവമാണെന്നോ, ഇസഹാക്കിനെ അനുഗ്രഹിച്ച ദൈവമാണെന്നോ, എന്റെ പിതാക്കന്മാരുടെ കൂടെ ഇരുന്ന ദൈവമാണെന്ന് നീ പറഞ്ഞില്ലേ, എന്നെ അനുഗ്രഹിച്ചേ മതിയാകത്തുള്ളൂ എന്ന് വാഗ്ദത്തത്തിന്റെ റിലീസിങ്ങിന് വേണ്ടി അവൻ ദൈവസന്നിധിയിൽ ദൈവത്തോട് മല്ല് പിടിച്ചപ്പോ ഇവിടെ പറയുന്ന വാക്കുണ്ട്, ദൈവം അവനെ അനുഗ്രഹിച്ചു. ഇന്ന് പകലിൽ അറിയണം, നാം ദൈവസന്നിധിയിൽ പ്രാർത്ഥന ഇമ്പോർട്ടന്റ് ആണ്. അല്ലെങ്കിൽ എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? ഏറ്റെടുക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. വാഗ്ദത്തം നിന്റെ മേൽ വരണമെങ്കിൽ ദൈവസന്നിധിയിൽ ഒരുക്കമുള്ളവരായി മാറണം. വാഗ്ദത്തം നിങ്ങളുടെ മേൽ ഇതാ പ്രവചനം കേട്ടതല്ലേ, ഇനിയും വന്നോളും, മന്ദിരത്തില്ല. നിങ്ങൾക്കൊരു ലഭിക്കപ്പെട്ട വാഗ്ദത്തം നിങ്ങളുടെ മേൽ ലഭിക്കപ്പെടാതിരുന്നാൽ പറയുന്നവരെ കുറിച്ച് നിങ്ങൾ മോശമായിട്ട് പറയും. എന്നാൽ നിങ്ങൾ അതിനെ സ്വീകരിക്കാൻ റെഡിയാണെങ്കിൽ, ദൈവം പറഞ്ഞ വഴിയിൽ നടക്കാൻ റെഡിയാണെങ്കിൽ, ഇത് നിന്നിലേക്ക് തനിയെ വന്നു ചേരുക തന്നെ ചെയ്യും. എത്ര ഒരു വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? നിന്റെ പ്രാർത്ഥനയും നിന്റെ ജീവിതവും ദൈവസന്നിധിയിൽ ക്രമീകരിച്ചുകൊണ്ട് ദൈവസന്നിധി നിലവിളിക്കാൻ റെഡിയാണെങ്കിൽ നീ ഒരു അനുഗ്രഹമായി ദൈവം തമ്പുരാൻ മാറ്റും. എത്ര ഒരു വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നു? ഏറ്റെടുക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. ദൈവത്തിന്റെ വചനത്തെ നിങ്ങൾ അറിയണം. ഉൽപ്പത്തി പുസ്തകത്തിനകത്ത് ഒരു മെടുക്കണ്ട 12-ാം അധ്യായത്തിനകത്ത് വരുമ്പോ അബ്രഹാമിനെ ദൈവം തമ്പുരാൻ വിളിക്കുക. അബ്രഹാമിനെ വിളിക്കുമ്പോ അബ്രഹാം അവരുടെ വാക്കുകളെ ചാർച്ചക്കാർ പിതൃഭവനം വിട്ടിറങ്ങി ദൈവം പറഞ്ഞ വാക്കിനകത്തേക്ക് ദൈവം പറഞ്ഞു, നിന്നെ ഞാൻ ബഹുജാതികൾക്ക് പിതാവാകും. ഇവിടെ നിങ്ങൾ നോക്കിക്കോണേ, അബ്രഹാം ആഗ്രഹിക്കുന്നതിനേക്കാൾ ഉപ്പറെ ദൈവം അവനെ കുറിച്ച് ആഗ്രഹിക്കുക. നിന്നെ ഞാൻ ബഹുജാതികൾക്ക് പിതാവാക്കി വെക്കാൻ പോവുക. ദൈവം പറയുന്ന പ്ലാനിങ് ഞാൻ അതാണ് ആദ്യമേ പറഞ്ഞത്. ദൈവത്തിന്റെ പ്ലാനിങ് എന്ന് പറഞ്ഞത് നിങ്ങൾ ഒരു അത്ഭുതമായി ദേശത്ത് നിൽക്കണം ദൈവം ആഗ്രഹിക്കുന്നു. നിങ്ങളൊരു വിടുതൽ കണ്ടു പോകുന്നല്ല, ഒരു സൗഖ്യം കണ്ടു പോകുന്നവനെന്നല്ല, നിന്റെ ഭവനം ദേശത്ത് തണ്ടിന്മേൽ വെച്ച് വിളക്ക് പോലെ ശോഭിക്കണമെന്ന് സ്വർഗത്തിലെ ദൈവം പറയുക. നീ ഒരു സാധാരണക്കാരനാകാം, പക്ഷെ ദൈവസന്നിധിയിൽ നീ ഒരു അസാധാരണനായി മാറണമെന്ന് സ്വർഗത്തിലെ ദൈവം ആഗ്രഹിക്കുമ്പോ അബ്രഹാമിനെ ദൈവം തമ്പുരാൻ വിളിച്ചിറക്കുന്ന പ്രായം 75. അവിടുന്ന് 75-ാമത്തെ വയസ്സിൽ ദൈവം ഒരു വാഗ്ദത്തം പറഞ്ഞു, അബ്രഹാമേ നീ ബഹുജാതികൾക്ക് പിതാവായി മാറും. അബ്രഹാം പിന്നോട്ടല്ല, ആ ദൈവത്തെ മുഖാമുഖം കാണാൻ തുടങ്ങി. സോദോമിനെ നശിപ്പിക്കുമ്പോഴും ദൈവത്തിന്റെ യാഗപീഠത്തിന്റെ മുന്നിൽ നിൽക്കുന്ന ഒരു അബ്രഹാമിനെ കാണാം. മാമ്പ്രയുടെ തോട്ടത്തിൽ നെടുമ്പാട് വീണ് ദൈവത്തെ നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരുവനെ കാണാം. ദൈവസന്നിധിയിൽ വാഗ്ദത്തത്തിന്റെ പുറകിൽ ചലിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ, നിന്നോടുള്ള ദൈവത്തിന്റെ ആലോചനയുടെ പുറകിൽ നീ പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ, ഇന്ന് പകലെ ആത്മാവിനകത്ത് ദൂത് വിളിച്ചു പറയാം, അത് നിന്നിലേക്ക് വന്നുകൊണ്ടേയിരിക്കുക. സാഹചര്യമല്ല ഇതിനകത്തെ വിഷയ, സാഹചര്യമല്ല. ഇന്ന് പകൽക്കാലമാണ് സാറയുടെ ഗർഭപാത്രം അടഞ്ഞുപോയി എന്നുള്ളതല്ല, അബ്രഹാം വൃദ്ധനായി എന്നുള്ളതല്ല. ആരും നിന്നോട് പറഞ്ഞെന്ന് ഇന്ന് വിശ്വസിച്ച് ആരാധിക്കാമെങ്കിൽ സാഹചര്യങ്ങൾക്കപ്പുറേ ദൈവം നിനക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യും. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? ദൈവം പറഞ്ഞ വാഗ്ദത്തങ്ങളെ വിശ്വസിക്കുമ്പോഴാണ് ദൈവപ്രവൃത്തി വെളിപ്പെടുന്നത്. ഹല്ലേലൂയ. അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു, അതവന് നീതിയായി കണക്കിട്ടെന്ന് ദൈവവചനം പറയുന്നുവെങ്കിൽ ഇന്ന് പകലിൽ അറിയണം, ചുമ്മാ വന്ന് ചേരുന്നതല്ല. നീ ദൈവസന്നിധിയിൽ ഒരുക്കമുള്ളവനോ, ദൈവസന്നിധി പ്രാർത്ഥിക്കുന്നവനോ, ദൈവത്തെ വിശ്വസിക്കുന്നവനുമാണെങ്കിൽ, നിന്നോട് നിന്റെ തലമുറയോട് ഒരു വാഗ്ദത്തമുണ്ടെങ്കിൽ അത് നിന്റെ മേൽ വന്നു ചേരും. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഒരു സാധാരണ വിശ്വാസിയെ പോലെ ഇവിടെ കൊണ്ട് ഒടുങ്ങിപ്പോകും. എന്നാൽ ഇന്ന് ഞാൻ വിളിച്ചു പറയാ, നിനക്ക് വേണ്ടി ഒരു കാക്ക വരണമെങ്കിൽ, നിന്റെ യാഗപീഠത്തിന് മുന്നിൽ തീ ഇറങ്ങണമെങ്കിൽ, ഏലിയാവ് ഇന്ന് അബ്രഹാം വിളിച്ചു പറയുന്നു, അങ്ങ് അബ്രഹാമിന്റെ ദൈവമാണ്, അങ്ങ് ഇസഹാക്കിന്റെ ദൈവമാണ്, അങ്ങ് യാക്കോബിന്റെ ദൈവമാണ്. ഞാൻ അങ്ങയുടെ ദാസൻ എന്ന് തിരിച്ചറിയാൻ വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോ സ്വർഗത്തിൽ നിന്ന് യാഗപീഠത്തിന്റെ മുന്നിൽ തീ ഇറങ്ങിയതിന് കാരണം ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന ഒരുവന് വേണ്ടി സ്വർഗത്തിലെ ദൈവം തമ്പുരാൻ ഇറങ്ങാൻ തുടങ്ങും. അവന്റെ കൈകളിൽ അത്ഭുതം നടക്കാൻ തുടങ്ങും. അവന്റെ നടപ്പിനകത്ത് അത്ഭുതം നടക്കാൻ തുടങ്ങും. അവന്റെ കൂട്ടായ്മ ദൈവവുമായിട്ടുള്ളതാണെങ്കിൽ, ഇന്ന് പകൽക്കാലം അറിഞ്ഞു, നിന്നെ കാരാഗ്രഹത്തിനകത്തടച്ചാലും കാരാഗ്രഹത്തിന്റെ വാതിലെ തുറക്കുവാൻ ദൂതന്മാരെ ദൈവം തമ്പുരാൻ അയക്കുക. നിന്റെ കൈകളിൽ അണലി കടിച്ചു തൂങ്ങിയാൽ വാഗ്ദത്തം നിന്റെ മേൽ നിൽക്കുന്നവനാണെങ്കിൽ, അണലിയെ നീ കുടഞ്ഞു കളഞ്ഞാൽ നിനക്കൊരു ദോഷവും സംഭവിക്കത്തില്ല. ഇന്ന് പകൽക്കാലമാണ് നെടുമ്പാട് നിന്ന് ദൈവസന്നിധി വിശ്വസ്തയോടെ നിൽക്കുന്നവർക്ക് വേണ്ടി
ഇറങ്ങി വരുന്ന ഒരു സ്വർഗത്തിലെ ദൈവമുണ്ട്. ഓ, വിശ്വസിക്കുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. അങ്ങനെയുള്ളവരോട് ഇന്ന് ഞാൻ വിളിച്ചു പറയാ, ദൈവസന്നിധി വിശ്വസ്തരാണോ? നിന്റെ തലമുറ ഇന്ന് ഒരു അനുഗ്രഹം കണ്ടിട്ടില്ലെങ്കിലോ നിന്റെ തലമുറയ്ക്കകത്ത് ഒരു അനുഗ്രഹം വന്നു ചേരും. അല്ലെങ്കിൽ ഇന്ന് പകൽക്കാലം വരണം. ഇന്ന് നിന്റെ ഭൂമിയിലകത്ത് മണ്ണിനകത്ത് ഒരു മഴത്തുള്ളി വീണില്ലെങ്കിലോ ദൈവം നിനക്ക് മിന്മഴയും പുന്മഴയും തന്ന് നിനക്ക് വേണ്ടുവോളം അനുഗ്രഹിക്കുന്ന ഒരു സ്വാമി, ഒരു ദൈവമുണ്ടെന്ന് വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. നിന്റെ നെടും നിലനിൽക്കുന്നുവെങ്കിൽ, നിന്റെ പ്രാർത്ഥന നിലനിൽക്കുന്നുവെങ്കിൽ, നിന്റെ വിശ്വാസം നിലനിൽക്കുന്നതാണെങ്കിൽ ഇന്ന് പകൽക്കാലം അറിയാം, അനുഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട്. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? ദൈവസന്നിധി വിശ്വസ്തയോട് ഒരുവൻ നിൽക്കുകയാണെങ്കിൽ, ദൈവസന്നിധി നിൽക്കുന്നവൻ ഒരു വിശ്വസ്തനാണെങ്കിൽ അവന്റെ ജീവിതത്തിനകത്ത് നന്മകൾ വന്നു ചേരുക തന്നെ ചെയ്യും. ഹല്ലേലൂയ! എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം. ദൈവം പറയുന്ന വാഗ്ദത്തങ്ങൾ നമ്മുടെ മേൽ ലഭിക്കപ്പെടണമെന്ന് വരികിൽ ആ വാഗ്ദത്തത്തെ നമ്മൾ ഒരുക്കണം. ഹല്ലേലൂയ! ദൈവസന്നിധിയിൽ നമ്മൾ, ഹല്ലേലൂയ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ അബ്രഹാമിനെയും സാറയെയും ഞാൻ പറഞ്ഞതിന് കാരണം, അവർ ദൈവസന്നിധി 12-ാമത്തെ അധ്യായത്തിൽ അവരെ വിളിക്കുന്നു. 21-ാമത്തെ അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു നോക്കി. 21 അനന്തരം യഹോവ താൻ അരുളിച്ചെയ്യുന്ന പോലെ സാറയെ സന്ദർശിച്ചു. ദൈവം അരുളി ചെയ്തതുപോലെ സാറയെ സന്ദർശിച്ചു. താൻ വാഗ്ദത്തം ചെയ്തിരുന്നത് യഹോവ സാറായിക്ക് നിവർത്തിച്ചു കൊടുത്തു. അപ്പൊ സാറയുടെ കഴിവുകൊണ്ടോ പ്രാപ്തി കൊണ്ടോ അല്ല, അവന്റെ കരുണ കൊണ്ടാ. അവന് നിന്നോട് കരുണ തോന്നണമെങ്കിൽ ദൈവസന്നിധിയിൽ നിന്റെ നിൽപ്പിനെ നീ നോക്കണം. ഞാൻ എപ്പോഴും പറയും, നമുക്ക് ആകപ്പാടെ കിട്ടുന്ന ഒരു 7 ദിവസമാണ് ആഴ്ചയിലെ 1-2 മണിക്കൂറാണ് നമ്മൾ ദൈവസന്നിധിയിൽ ആരാധിക്കാൻ നിൽക്കണ്ടേ. അതിന് പോലും സമയമില്ലെങ്കിൽ ഈ വാഗ്ദത്തമൊക്കെ പേപ്പറിൽ എഴുതി വെച്ച് മടക്കി വെച്ചാൽ അത് ഒരിക്കലും അത് നമ്മുടെ മേൽ എന്ത് ചെയ്യത്തില്ല, ലഭിക്കപ്പെടത്തില്ല. ഇവർ ഈ അനുഗ്രഹിക്കപ്പെട്ട മുഴുവൻ ആളുകളെ നിങ്ങൾ നോക്കണം. ഈ അനുഗ്രഹിക്കപ്പെട്ട മുഴുവൻ വ്യക്തികളെ അവർ അതുപോലെ ദൈവസന്നിധി നിലവിളിച്ചവരാ. അബ്രഹാം മാംബ്രയുടെ തോട്ടത്തിൽ ദൈവത്തെ മുഖാമുഖം കാണുന്നവനാ. ആ മുഖാമുഖം കണ്ടവന്റെ തലമുറ അനുഗ്രഹിക്കപ്പെട്ടിട്ടില്ലല്ലേ ഉള്ളൂ. അബ്രഹാം ഒരു അനുഗ്രഹമാണെങ്കിൽ അവന്റെ തലമുറ ഒരു അനുഗ്രഹമാണ്. ഹല്ലേലൂയ! ഇന്ന് പകലിൽ അറിയണം, നിന്റെ നടപ്പ് കറക്റ്റ് ആണെങ്കിൽ, നിന്റെ പ്രാർത്ഥനാ ജീവിതം കറക്റ്റ് ആണെങ്കിൽ, ഇന്ന് പകലിൽ എഴുതി വെച്ചോ, നിന്റെ തലമുറയ്ക്കകത്ത് ദൈവം വാഗ്ദത്തങ്ങളെ ചെന്ന് അതിനേക്കാൾ നിന്റെ തലമുറയെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട്. ദൈവസന്നിധിയിൽ ഇവിടെ ഞാൻ കൊണ്ടുവന്നു അബ്രഹാമിന്റെ ഇസ്ഹാക്കിന്റെ യാക്കോബിലേക്ക് ഞാൻ വന്നത്. യാക്കോബ് ദൈവസന്നിധിയിൽ ഇരുന്ന് നിലവിളിച്ചു. അവൻ അനുഗ്രഹം പ്രാപിച്ചവനാ. പറഞ്ഞ വാക്കിതാണ്, നീ എന്നെ അനുഗ്രഹിച്ചു, നീ എന്നോട് പറഞ്ഞ വാഗ്ദത്തങ്ങൾ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ വിടത്തില്ലെന്ന് പറഞ്ഞ് അവൻ അനുഗ്രഹം പ്രാപിച്ചവനാണെങ്കിൽ ഇന്ന് പകൽ ആത്മാവിൽ എത്ര പേര് തിരിച്ചറിയുന്നുണ്ട്, നമ്മുടെ ജീവിതത്തിനകത്ത് വാഗ്ദത്തങ്ങൾ നമ്മുടെ മേൽ ലഭിക്കപ്പെടണമെങ്കിൽ നമ്മൾ മറ്റൊരാളെ ഏൽപ്പിച്ചിട്ട് കാര്യമില്ല, നമ്മൾ പ്രാർത്ഥിക്കുന്നവരായി മാറണം. ഹല്ലേലൂയ! എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. ഇരുള് മാറി വെളിച്ചമുണ്ടാകട്ടെ. ഉൽപ്പത്തി പുസ്തകം 1:3 പറയുന്നുണ്ട്, ഇരുള് മാറി വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. ഇന്നലെ വരെ നീ ഇരുട്ടിന്റെ അധികാരത്തിലാണ് ഇരുന്നെങ്കിൽ ഇന്ന് പകൽ സ്വർഗം നിന്നോട് പറയണം, നിന്റെ ഇരുള് മാറി വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിക്കണമെങ്കിൽ വെളിച്ചത്തെ നീ ആഗ്രഹിക്കുന്നവനായി മാറണം. ഇന്ന് വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഒരു ബ്ലെസ്സിങ്ങിലേക്ക് വരണമെങ്കിൽ, ഒരു അനുഗ്രഹത്തിലേക്ക് വരണമെങ്കിൽ, പുതുവഴികൾ തുറക്കണമെങ്കിൽ നിങ്ങളിൽ ഒരു ക്രമീകരണം വരണം. ഹല്ലേലൂയ! എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നു? അബ്രഹാമിനെ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാ. യാക്കോബിനെ കേൾക്കുമ്പോൾ വലിയ സന്തോഷമാ. യോസേപ്പിനെ കേൾക്കുമ്പോൾ വലിയ സന്തോഷമാ. ഇവര് നടന്ന വഴികളിൽ അവർ വിശ്വസ്തരായിരുന്നു. എത്ര പേര് ആമീൻ പറഞ്ഞ് ഏറ്റെടുക്കുന്നുണ്ട്? ഏറ്റെടുക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യം. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യം. നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ, നിന്റെ രാജ്യം വരണമേ,
നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ എന്ന് യേശു പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചവൻ പറഞ്ഞു, നിന്റെ രാജ്യം വരണം, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമി. ദൈവ ഇഷ്ടം, ദൈവത്തിന്റെ ഇഷ്ടമാ പറഞ്ഞ വാക്തത്വങ്ങൾ എന്ന് പറയുന്നത്. ഈ വാക്തത്വങ്ങളെ ലഭിക്കപ്പെടുന്നുവെങ്കിൽ യേശു എങ്ങനെയുള്ളവനായിരുന്നു? യേശു പ്രാർത്ഥിക്കുന്നവനായിരുന്നു. എത്ര പേർ വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? അപ്പൊ നമ്മുടെ അകത്തറിയണം, നമ്മുടെ അകത്ത് വ്യക്തമായിട്ടൊരു ധാരണ ഉണ്ടാകണം. ദൈവത്തിന് പ്രസാദമുള്ളവരായി നമ്മൾ മാറണം. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ദൈവത്തിന് മനസ്സലിവുള്ളവരായി മാറണം, ദൈവത്തിന് കരുണയുള്ളവരായി മാറണം, ദൈവത്തിന് പ്രവർത്തിക്കകത്ത് നമ്മൾ നിൽക്കുന്നവരാകണം. ഞാൻ എപ്പോഴും നിങ്ങളോട് പറഞ്ഞുകൊണ്ടുവന്ന, വിശ്വാസിയാണെന്നൊക്കെ പുറത്തു നോക്കുന്നതിലല്ല വിശ്വാസിയെ അറിയുന്നത്, ഘോരഘോരം പ്രസംഗിക്കുന്നതിലല്ല വിശ്വാസിയെ തിരിച്ചറിയുന്നത്. ദൈവസന്നിധിയിൽ നിന്റെ നടപ്പ് നീ ക്രമീകരിച്ചെങ്കിൽ നീ ദൈവമകനാ. ഹല്ലേലൂയ, ആമീൻ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം എടുക്കുമ്പോൾ അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്, നിന്റെ ഇവിടുത്തെ ആർപ്പും നിന്റെ ഘോഷവും ഒക്കെ കണ്ടപ്പോ നീ ഞങ്ങളെപ്പോലല്ല എന്നാ വിചാരിച്ചത്. നീ ഞങ്ങളെപ്പോലെ ബലഹീനനായി പോലെ. ഇവിടെ വലിയ കാര്യങ്ങളൊക്കെ ചെയ്തു, പക്ഷെ ഇപ്പൊ എവിടെയാ? നരകത്തിൽ ചെല്ലേണ്ട ഒരു അവസ്ഥയാ. അപ്പൊ ദൈവസന്നിധിയിൽ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കപ്പെടുമ്പോഴാണ് വാക്തത്വം നമ്മുടെ മേൽ റിലീസ് ചെയ്യുള്ളൂ. നമ്മളൊരു ആരാധനയ്ക്ക് പോകത്തില്ല, സഭയ്ക്കകത്ത് വന്നു ഒരു പ്രവചനം കേട്ടു, അതിലേ പോയി. പിന്നീട് ആരാധനയ്ക്കോ ദൈവസന്നിധിയിലോ ഒന്നും നിൽക്കാത്ത ഒരു വ്യക്തി, ആ വ്യക്തിയുടെ മേൽ ദൈവപ്രവൃത്തിയില്ല. ദൈവത്തിന് കരുണ തോന്നണം. എങ്ങനെ കരുണ തോന്നണം? ദൈവസന്നിധി വിശ്വസ്തനാകുമ്പോൾ. ഹല്ലേലൂയ. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. ആമേൻ. സങ്കീർത്തനം 115 അധ്യായത്തിന്റെ പരിശുദ്ധാത്മാവേ, സങ്കീർത്തനം 115 16 വാക്യം എന്ന് വായിച്ചു. 115 സ്വർഗം യഹോവയുടെ സ്വർഗമാകുന്നു, ഭൂമിയെ അവൻ മനുഷ്യർക്ക് കൊടുത്തിരിക്കുന്നു. ഭൂമി എവിടെ? സ്വർഗം യഹോവയുടെ സ്വർഗമാകുന്നു, ഭൂമിയെ അവൻ മനുഷ്യർക്ക് കൊടുത്തു. ഭൂമിയെ ആർക്ക് വന്നിരിക്കുക? ഇത് ആരുടേതാ? ദൈവത്തിൻ്റെതാ. ദൈവം ആർക്ക് കൊടുത്തിരിക്കുക? മനുഷ്യർക്ക് കൊടുത്തിരിക്കുക. ദൈവം ഇസ്ഹാക്കിനോട് പറയുക, യാക്കോബിനോട് പറയുക, നിനക്ക് ഈ കാണുന്നതെല്ലാം ഞാൻ നിനക്ക് ദാനമായി തരാൻ പോവാ. ഇതാരുടേതാ? ദൈവത്തിന്റെ. ആർക്ക് കൊടുക്കുന്നു? ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. ഹല്ലേലൂയ. അപ്പൊ ദൈവം പറയാ, സ്വർഗം യഹോവയുടെ സ്വർഗമാകുന്നു, ഭൂമി അവൻ മനുഷ്യർക്ക് നൽകിയിരിക്കുന്നു. അപ്പൊ ഈ ഭൂമി ആർക്കാ നൽകപ്പെട്ടിരിക്കുന്നത്? നമുക്ക് ദൈവം നൽകിയിട്ടുണ്ട്, അല്ലേ? അപ്പൊ ഈ ദൈവത്തിന് നമ്മളെ വർദ്ധിപ്പിക്കാൻ പറ്റും. ഈ ഭൂമിയിൽ ദൈവത്തിന് നമ്മളെ ഈ ഭൂമി വെച്ച് അനുഗ്രഹിക്കാൻ പറ്റും. അപ്പൊ നമ്മുടെ ക്രമീകരണങ്ങളെ നോക്കിക്കോണം. ദൈവസന്നിധിയിൽ ഞാൻ ഇനി കടന്നു വരുന്ന ഇമ്പോർട്ടന്റ് ആയ മേഖലയിലേക്കാണ്. ഇവിടെ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, അബ്രഹാം എങ്ങനെയുള്ള മനുഷ്യരായിരുന്നു? ദൈവസന്നിധിയിൽ അനുഗ്രഹിക്കപ്പെട്ടത് നോക്കണം. ദൈവസന്നിധിയിൽ അബ്രഹാം നെടുമ്പാട് വീണ് ദൈവത്തെ അനുസരിക്കുന്നവനും പ്രാർത്ഥിക്കുന്നവനുമായിരുന്നു. അവന്റെ തലമുറയോ ഇതുപോലെ തന്നെ ദൈവസന്നിധിയിൽ നിൽക്കുന്നവനായിരുന്നു. ഇസഹാക്കും അങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ ഒരു അനുഗ്രഹത്തിലേക്ക് വരുന്നവൻ ഒഴിവൊഴിവുകൾ പറയുന്നവനല്ല. ദൈവസന്നിധിയിൽ വിശ്വസ്തനെന്ന് നിന്നെ വെളിപ്പെടുത്തേണ്ടതാ. നിന്റെ മേൽ വാഗ്ദത്തങ്ങളെ ലഭിക്കപ്പെടണമെന്ന് വരികിൽ വിശ്വാസം. അപ്പോസ്തല പ്രവൃത്തിയിലേക്ക് വന്നേ. അപ്പോസ്തല പ്രവൃത്തി 2 അധ്യായം. അപ്പോസ്തല പ്രവൃത്തി 2 അധ്യായം അതിന്റെ 42 വാക്യം. അപ്പോസ്തല പ്രവൃത്തി 2 അധ്യായം 42 വാക്യം. അവർ എവരെ? ദൈവസന്നിധി വരുന്നവർ. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചു. കണ്ടോ? ദൈവസന്നിധിയിൽ വന്ന ഒരു വ്യക്തികളെ കുറിച്ച് പറയാം. അവർ ഇവിടെ പറയുക, അവർ ആരുടെ ഉപദേശങ്ങൾ കേൾക്കുന്നു? അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പഞ്ഞുറുക്കിയും പ്രാർത്ഥന കഴിച്ചു പോന്നു. അപ്പൊ അനുഗ്രഹത്തിലേക്ക്, വാഗ്ദത്തത്തിന്റെ റിലീസിംഗിലേക്ക്, അനുഗ്രഹത്തിലേക്ക് പോകണമെന്ന് വരികിൽ ഇവരെങ്ങനെ നിൽക്കണം?
അവർ ദൈവസന്നിധി കാണുന്നവരും അപ്പോസ്തലന്മാർ ഉപദേശത്തെ കേൾക്കുന്നവരും അവർ കൂട്ടായ്മ ആചരിക്കുന്നവരും ഈ മേശയിൽ പങ്കാളിയാകുന്നവരും അവർ പ്രാർത്ഥിക്കുന്നവരുമായി മാറണം. നിങ്ങൾക്ക് സമയം കിട്ടും പ്രാർത്ഥിക്കുന്നവർക്കല്ല വാഗ്ദത്തം വരുന്നേ. അപ്പൊ ഇവിടെ പറയുന്ന കാര്യമുണ്ട്, എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു? പ്രാർത്ഥിക്കുന്നവരായി മാറണം. പ്രാർത്ഥിക്കാതല്ല വാഗ്ദത്തം നിങ്ങളുടെ മേലെ. പ്രാർത്ഥിക്കുന്നവരോട് ദൈവം സംസാരിക്കും. പ്രാർത്ഥന ആരുമായിട്ടുള്ള ബന്ധത്തെ ഉറപ്പിക്കുന്നതാ. ഇന്ന് പകല് ദൈവവുമായിട്ടുള്ള ബന്ധത്തെ ഞാൻ ഈ വരുന്ന ദിവസങ്ങളിൽ ഇതിന് ആഴത്തിൽ മറ്റൊരു മേഖലയിൽ കടക്കാൻ വേണ്ടി ഞാൻ ഇതിൻ്റെ ഒരു തുടക്കം ഇവിടെ ഇരുന്നത്. നമ്മുടെ ആഴത്തിൽ നിങ്ങളുടെ ഒരു പ്രാർത്ഥന വെളിപ്പെടാതിരുന്നാൽ, ഞാൻ ഇപ്പോഴും പറയുന്നു, ഒരു ക്ലിപ്ത സമയത്തിന് പ്രാർത്ഥന കൊണ്ട് ഒരു അത്ഭുതം നടക്കത്തില്ല. അപ്പൊ എപ്പോൾ ഒരുപാട് ഉപവാസ പ്രാർത്ഥനകളിൽ കൂടെ കടന്നുപോയാലും അത്ഭുതവും നടക്കത്തില്ല. ഒരു ഒരുക്കമുള്ള പ്രാർത്ഥന നിന്റെ അകത്ത് വെളിപ്പെടണം. അകത്തൊരാൾ ദൈവം എന്നോടൊരു വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വാഗ്ദത്തം എൻ്റെ അവകാശമാണെന്ന് അറിഞ്ഞ് പ്രാർത്ഥിക്കുന്നവരാകണം. പിടികിട്ടിയോ? നിങ്ങളുടെ മേൽ ഇന്ന് പകല് നിങ്ങളുടെ അകത്തൊന്ന് ചിന്തിച്ചേ. ദൈവം എന്നോട് പറഞ്ഞത് സംഭവിക്കുമെന്ന് ഞാൻ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നവനായി മാറണം. ഇതിനെ ഞാൻ വിശ്വാസത്തിൽ എടുക്കുന്നില്ലെങ്കിലും ഈ വാഗ്ദത്തങ്ങളൊന്നും നിങ്ങൾ നിങ്ങൾ അകത്തൂടെ നോക്കൂ. ദൈവം അപ്പോസ്തലന്മാരെ തെരഞ്ഞെടുത്തു. എത്ര പേരെ തെരഞ്ഞെടുത്തേ? 12 പേരെ തെരഞ്ഞെടുത്തു. ഇവരോടുള്ള അവകാശങ്ങൾ മുഴുവൻ ദൈവം പറഞ്ഞു. കർത്താവ് പറയുക, യൂദായ്ക്ക് ലഭിക്കപ്പെട്ടോ? ഈ വാഗ്ദത്തങ്ങൾ യൂദ പ്രവേശിക്കുക പോലും ചെയ്തില്ല. അപ്പോസ്തലന്മാരുടെ ലിസ്റ്റിൽ നിന്ന് തന്നെ യൂദ പുറത്തുപോയി. യൂദായുടെ ചിന്ത മറ്റൊന്നിലായിരുന്നു. എന്നാൽ കൂടെ നിന്ന 11 ചിന്ത യേശു കർത്താവിലായിരുന്നു. അനുഗ്രഹത്തിലേക്ക് മാറണമെങ്കിൽ, ഒരു അനുഗ്രഹത്തിലേക്ക് വരണമെങ്കിൽ ഇവിടെ ബൈബിൾ പറയുക, അപ്പോസ്തലന്മാർ ഉപദേശം കേൾക്കുന്നവരാകണം, കൂട്ടായ്മ ആചരിക്കുന്നവരാകണം, അപ്പത്തിന്റെ പങ്കാളിയാകണം, പ്രാർത്ഥന കഴിക്കുന്നവരാകണം. 4 മേഖലകളിൽ പറയുന്നു ഒരു അനുഗ്രഹത്തിലേക്ക് വരെ. അപ്പോസ്തല പ്രവൃത്തി 6-ാം അധ്യായം നിർത്തി അതിന് 4-ാമത്തെ വാക്യം. അപ്പോസ്തല പ്രവൃത്തി 6-ാം അധ്യായം അതിന് 4-ാമത്തെ വാക്യം. ഞങ്ങളോ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും ഉറ്റിരിക്കുമെന്ന് പറഞ്ഞു. ഞങ്ങൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അപ്പോസ്തലന്മാർ പറയാ, ഞങ്ങൾ എന്നാ ചെയ്യാൻ പോവാ? ഞങ്ങൾ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിൽ ഞങ്ങൾ എന്ത് ചെയ്യുക? ഉറ്റിരിക്കുക. കാരണം ഞങ്ങളോട് കേട്ട വാഗ്ദത്തത്തിന്റെ റിലീസിംഗ് എന്ന് പറയുന്നത് ഞങ്ങൾ എങ്ങനെ ആയിരിക്കണം എന്ന് പറഞ്ഞു. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നവരാ. പ്രാർത്ഥനയ്ക്ക് ഇമ്പോർട്ടൻ്റ് ഉണ്ടോ? പ്രാർത്ഥനയിൽ കൂടെ അത്ഭുതങ്ങൾ നടക്കുമോ? പ്രാർത്ഥിക്കുന്നവൻ അത്ഭുതമായി മാറുമോ? പ്രാർത്ഥന എല്ലാത്തിനും അനിവാര്യമാ. യേശു പ്രാർത്ഥിക്കുന്നവനായിരുന്നു. രാത്രിയുടെ യാമങ്ങളിൽ മുഴുവൻ യേശു പ്രാർത്ഥിക്കുന്നവനായിരുന്നു. അതുകൊണ്ടാണ് യേശുവിനടുത്ത് പത്രോസും മറ്റുള്ളവർ ചെന്നിച്ച് മർക്കോസിന് സുവിശേഷത്തിൽ പറയുന്നു, യേശുവിനടുത്തിട്ട് പറഞ്ഞു, നിന്നെ അവർ അന്വേഷിക്കുന്നു. യേശു രാത്രി മുഴുവനും പ്രാർത്ഥിക്കുമായിരുന്നു. ഹല്ലേലൂയ. പിതാവിനോട് സംസാരിക്കുന്നവനായിരുന്നു യേശു. നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ, ദൈവസന്നിധി നിലവിളിക്കുന്നവരാണെങ്കിൽ നിങ്ങളോട് ദൈവം പറഞ്ഞ വാഗ്ദത്തങ്ങൾ മാറിപ്പോകത്തില്ല. ഇതിനെ അടച്ചു വെച്ച ഒരു പിശാചുണ്ടെങ്കിൽ പിശാചിന്റെ വാതിലിനെ തുറക്കുന്ന പ്രാർത്ഥനയാണ്. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? പ്രാർത്ഥന അത്ഭുതങ്ങളിലേക്ക് വരും. പ്രാർത്ഥന വാഗ്ദത്തങ്ങളെ റിലീസ് ചെയ്യുന്നു. പ്രാർത്ഥിക്കുന്നവന് വേണ്ടി ദൈവം നമ്മുടെ കരുതലുകൾ ഉണ്ടാവും. പ്രാർത്ഥിക്കുന്നവന്റെ ഭവനത്തിനകത്ത് അത്ഭുതങ്ങൾ നടക്കാൻ തുടങ്ങും. പ്രാർത്ഥിക്കുന്നവന് വേണ്ടി ദൈവപ്രവൃത്തി വെളിപ്പെടാൻ തുടങ്ങും. ഇന്ന് പകൽക്കാലം പറഞ്ഞ പ്രാർത്ഥിക്കുന്ന ഒരുവന് വേണ്ടി, ഏലിയാവ് പ്രാർത്ഥിക്കുന്നവനാണെങ്കിൽ അവന് വേണ്ടി കാക്ക വരുവാൻ തുടങ്ങി. ഇന്ന് പകൽ പ്രാർത്ഥിക്കുന്നവനാണെങ്കിൽ നിന്റെ ഭവനത്തിനകത്ത് ദൈവം ചില അത്ഭുതങ്ങളെ ചെയ്യുവാൻ തുടങ്ങും. എത്ര പേര് വിശ്വസിക്കാൻ റെഡിയാകുന്നുണ്ട്? നീ പ്രാർത്ഥിക്കുന്നവനാണെങ്കിൽ ആര് കണ്ടിട്ടില്ലെങ്കിലും നിന്നെ പ്രവാചകന്മാരെ നിന്റെ ഭവനത്തിലേക്ക് അയക്കപ്പെടും. അതുകൊണ്ടാണ് ദൈവം പറയുന്നു, സറാഫത്തിൽ ഒരു വിധവയുണ്ട്, നീ അവിടേക്ക് കടന്നു പോയിക്കൊള്ളുക എന്ന്
പ്രവാചകനോട് ദൈവം പറയുന്നതിന്റെ കാരണം എന്നറിയോ? പ്രാർത്ഥനാവത്തിൽ വിധവമാരില്ലഞ്ഞിട്ടല്ല, അനേക വിധവമാരുണ്ട്. എന്നാൽ ഒരുവളുടെ അടുത്തേക്ക് അയച്ചതിന്റെ കാരണം അവൾ പ്രാർത്ഥിക്കുന്നവളും അവൾ ദൈവത്തെ അറിഞ്ഞവളാണ്. പ്രവാചകൻ ചെല്ലുമ്പോഴേ ഒരു വാക്ക് കിടപ്പുണ്ട്. അവൻ അവിടെ വായിക്കി പറയുക, അവൻ നിന്റെ ദൈവമാണ് സത്യം എന്ന് പറയുന്നെങ്കിൽ ഇന്ന് പകൽക്കാലം അറിഞ്ഞോണം, നിനക്ക് വേണ്ടി ചില കരുതലുകളെ നടത്തുന്ന ഒരു ദൈവമുണ്ടെങ്കിൽ ഇന്ന് നിന്റെ പ്രാർത്ഥനയ്ക്കകത്ത് അത്ഭുതങ്ങൾ നടക്കുവാൻ തുടങ്ങുക. യേശു പ്രാർത്ഥിച്ചിട്ട് പറയുന്നുണ്ട്, യേശു പ്രാർത്ഥന കഴിഞ്ഞ് ഇറങ്ങി വന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങളുടെ വ്യാധികളെ പുറത്താക്കേണ്ടതിന്, നിങ്ങളുടെ രോഗികളെ സൗഖ്യമാക്കേണ്ടതിനും അല്ലയോ ഞാൻ വന്നിരിക്കുന്നത്. ആമേ, പ്രാർത്ഥിക്കുന്നവൻ ഇന്ന് പകലിൽ പറഞ്ഞു, പ്രാർത്ഥന ദൈവത്തോട് കഴിക്കുന്നതാണെങ്കിൽ, പ്രാർത്ഥനയിൽ നിലവിളിക്കുന്നവനാണെങ്കിൽ, ഈ ലോകം നിന്നെ അംഗീകരിച്ചില്ലെങ്കിൽ നിന്നെ അംഗീകരിക്കുന്ന ഒരു കാലം സ്വർഗം വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്ന ഒരുവന്റെ ജീവിതത്തിനകത്ത് തിരിച്ചറിയണം, സകല വാതിലുകളും അടയപ്പെട്ടാലോ, അവൻ സകല വഴികളും അടയപ്പെട്ടാലോ, പ്രാർത്ഥിക്കുന്ന ഒരുവനെ ഒരു ചങ്ങലയ്ക്കും ബന്ധിക്കാൻ പറ്റത്തില്ല കേട്ടോ. ഇന്ന് പകൽക്കാലം പറയണം, അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായത്തിനടുത്തെടുക്കുമ്പോ വിശന്ന് കയറി വന്ന ഒരു പത്രോസിനെ കാണാം. പത്രോസ് അപ്പോസ്തലൻ വെൺമാടത്തിലിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അവിടെ ഒരു ദർശനത്തെ കൊടുക്കുന്നുണ്ട്. 12-ാം അധ്യായത്തിനകത്ത് വരുമ്പോ, 5-ാം വാക്യത്തിന് ശേഷം വരുമ്പോ, പത്രോസ് അപ്പോസ്തലൻ കാരാഗൃഹത്തിൽ ചങ്ങലകൾ ബന്ധിതനായി കിടക്കുന്ന പത്രോസിനെ കാണാം. 10-ാം അധ്യായത്തിനകത്ത് വിളിച്ചു പറയുന്നെങ്കിൽ വെൺമാടത്തിലിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു പത്രോസിനെ കാണാമെങ്കിൽ, നിങ്ങൾ 12-ാം അധ്യായത്തിനകത്ത് വരുമ്പോ പ്രാർത്ഥിക്കുന്ന പത്രോസിന്റെ മുന്നിൽ കാരാഗൃഹങ്ങൾ തുറന്നു വരുന്ന കാഴ്ച കാണാം. ഇന്ന് പകൽ ആത്മാവിൽ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം അറിയാം, ദൈവത്തിന്റെ ദൂതൻ പ്രാർത്ഥിക്കുന്നവന് വേണ്ടി ഇറങ്ങി വരും. അവൻ അപ്പോസ്തല പ്രവൃത്തി വിളിച്ചു പറയുന്നു. 12-ാം അധ്യായത്തിനകത്ത് വിളിച്ചു പറയുക, 1-ാം വാതിലും 2-ാം വാതിലും കിടക്കുമ്പോ സ്വർഗത്തിലെ ദൈവം പറയുന്നു, ഇരുമ്പ് വാതിൽ തനിയെ അവന് വേണ്ടി തുറന്നെങ്കിൽ ഇന്ന് പകൽ വിളിച്ചു പറയാൻ, കൊച്ചേ, പ്രാർത്ഥിക്കുന്ന ഒരുവനെ തോൽപ്പിക്കാൻ പറ്റത്തില്ല. പ്രാർത്ഥിക്കുന്നവൻ ലോകത്തെ ജയിച്ചവനാണ്. അവ ഇന്ന് പകൽ ആത്മാവിനകത്ത് തിരിച്ചറിയുക, നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നവന് വേണ്ടി ഇറങ്ങി വരുന്ന ഒരു ദൈവമുണ്ട്. ഏലിയാവ് പ്രാർത്ഥിച്ചപ്പോൾ സ്വർഗം ഇറങ്ങി വന്നെങ്കിൽ ഇന്ന് പകൽക്കാലം അറിഞ്ഞു, നിന്റെ നാവിമേ ദൈവം ചില അധികാരങ്ങളെ കൈമാറണമെന്ന് വരികയിൽ നീ പ്രാർത്ഥിക്കുന്നവനാണ്. നിന്റെ തലമുറയുടെ നന്മ നീ കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? അവിടെ ഇവിടെ ഓടി നടന്നിട്ടല്ല, നീ പ്രാർത്ഥിക്കുന്നവരായി മാറുക. ഇന്ന് പകൽക്കാലം ദൈവസന്നിധി ഇരിക്കുന്നു, വിശ്വസ്തയോടെ ദൈവസന്നിധി മുഴങ്കാലും മടക്കി പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കി പ്രാർത്ഥിക്കാൻ റെഡിയാണെങ്കിൽ ഇന്ന് പകൽ നീ എഴുതി വെച്ചോ, നിന്റെ മുന്നിൽ അടയപ്പെട്ട കാരാഗൃഹത്തിന്റെ വാതിലുകൾ നീ പോലും അറിയാതെ സ്വർഗം നിനക്ക് വേണ്ടി തുറന്നു തരും. നീ ഇന്ന് ബന്ധിക്കപ്പെട്ടവനായിരിക്കുകയാണോ? നിന്റെ തലമുറകൾ നന്മ കാണാതിരിക്കുകയാണോ? വഴികൾ അടയപ്പെട്ടെന്ന് നീ പറയുന്നുണ്ടോ? എന്നാൽ ഇന്ന് പകൽ നീ എഴുതി വെച്ചോ, നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ഒരു സ്വർഗത്തിലെ ദൂതനുണ്ട്. നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ഒരു സ്വർഗത്തിലെ ദൂതനുണ്ട്. എത്ര പേർ വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം പറയണം, പത്രോസ് കാരാഗൃഹത്തിനകത്ത് കിടക്കുമ്പോ പത്രോസ് കിടന്ന് ഉറങ്ങുകയായിരുന്ന വചനം പറയുന്നത്, ഉറങ്ങാത്ത ഒരു സ്ഥലമുണ്ട് കേട്ടോ, ഉറങ്ങാത്ത ഒരു സ്ഥലമുണ്ട്. സ്വർഗം ഉറങ്ങിയിട്ടില്ല. സ്വർഗം ഉറങ്ങിയിട്ടില്ല. പത്രോസ് സ്വർഗത്തിന് വേണ്ടപ്പെട്ടവനാ, സ്വർഗത്തിന് വേണ്ടപ്പെട്ടവനാ. അതുകൊണ്ട് പറയുന്നു, ദൂതൻ വരുന്നു, അവൻ പത്രോസിനെ തട്ടി ഉണർത്തുന്നു. 1-ാം വാതിലും 2-ാം വാതിലും കിടക്കുന്നതിന്റെ മെയിൻ കാരണം എന്നറിയോ? വാഗ്ദത്തം മാത്രമല്ല അവന്റെ പേര്, അവൻ വാഗ്ദത്തത്തെ പ്രാപിച്ച ഒരുവനാണ്. അവൻ പ്രാർത്ഥിക്കുന്നവനാണ്. അവൻ ദൈവശബ്ദം കേട്ടവനാണ്. അവന് വേണ്ടി കാരാഗൃഹം തുറക്കുന്നെങ്കിൽ ഇന്ന് പകൽ നീ എഴുതി വെച്ചോ, നീ പ്രാർത്ഥിക്കുന്നവനാണെങ്കിൽ, നീ കണ്ണുനീരൊഴുക്കുന്നവനാണെങ്കിൽ ഇന്ന് പകൽ നിനക്ക് വേണ്ടി സ്വർഗത്തിലെ ദൈവം ചില വാതിലുകളെ തുറക്കുമെന്ന് വിശ്വസിക്കുന്നവർ മാത്രം കർത്താവിനെ സ്തോത്രം ചെയ്യുന്ന പകല് യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തി 6:4 വന്നപ്പം പറഞ്ഞ വാക്ക് കേട്ടോ, ഞങ്ങളോ പ്രാർത്ഥനയിലും. പിടികിട്ടിയോ? ഞങ്ങൾ വേറെ പല കാര്യങ്ങളിലൊന്നും അല്ല അപ്പോസ്തലന്മാര് പറഞ്ഞത്. ഞങ്ങൾ ഇരിക്കുന്ന എവിടെയെന്നറിയോ? ഞങ്ങളോ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും ഞങ്ങൾ ഉറ്റിരിക്കും. കണ്ടോ, ഞങ്ങൾ ഇരിക്കുന്ന ദൈവത്തിന്റെ സന്നിധിയിലാണെങ്കിൽ, ആമേ, ഇന്ന് പകൽക്കാലം അറിഞ്ഞോണം, നിനക്ക് ചില നന്മ എന്ന് പറയുന്ന ചില വാതിലുകൾ അടഞ്ഞാലും ആമേ, ദൈവം അടുത്ത വാതിൽ നിനക്ക് വേണ്ടി തുറക്കപ്പെടും. ഇന്ന് പകൽ അറിഞ്ഞു, കുരുതോട് തൊട്ടിപ്പോയാൽ കാക്കയുടെ വരവ് നിന്നാൽ നിനക്കുള്ള കരുതൽ സ്വർഗം വെച്ചിട്ടുണ്ട്. ഇന്ന് പകൽ പരിശുദ്ധാത്മാവിനകത്ത് നീ അറിയണം, ആമേ, ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവ് ചലിക്കപ്പെടുന്ന ഒരുവൻ, ദൈവത്തിന്റെ ശക്തി വെളിപ്പെടുന്ന
ഭയപ്പെടുന്ന ഒരുവൻ ഇന്ന് പകൽ അറിയുന്ന ഏലിയാവിലേക്ക് മടങ്ങിപ്പോയി. നിങ്ങൾ നോക്കും പറയുക, ആഹാബിനോട് പറയുക, നീ അരമുറക്കിക്കൊള്ളുക, രഥത്തിൽ കയറിക്കൊള്ളുക, നീ വേഗത്തിൽ പോകുക, ഒരു പെരുമഴ വരാൻ പോകുകയാണ്. ഇന്ന് പകൽക്കാലം പറഞ്ഞ ദർശനം നിന്റെ ചെറുതായി പോകല്ല് കേട്ടോ, ദർശനം വലുതായി പോണം. പ്രാർത്ഥിക്കുന്നവന് ദൈവം ദർശനങ്ങളെ കൊടുക്കാൻ തുടങ്ങുക. അവൻ പറഞ്ഞൊരു ബാല്യക്കാരനോട് പറയുകയാണ്, എലിയാവ് നീ ആ കടൽക്കര ചെന്ന് നോക്കുക. അവൻ അവിടെ നിന്ന് കാമി നീ എന്തെങ്കിലും കാണുന്നു. അവൻ മടങ്ങി വന്നിട്ട് പറഞ്ഞു, ഒന്നും കാണുന്നില്ല. രണ്ടാമതും പറഞ്ഞു, നീ എന്തെങ്കിലും കാണുന്നില്ല, ഒന്നും കാണുന്നില്ല. അവൻ ഏഴാമത്തെ പ്രാവശ്യം തോന്നിയപ്പോ അവൻ പറയുന്നു, ഒരു കൈപ്പത്തി പോലൊരു മേഘം പോകുന്നെങ്കിൽ ഇന്ന് പകൽക്കാലം നീ കാത്തിരുന്നത് ചില നിന്റെ ജീവിതത്തിൽ വരാൻ പോകുക. പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞെ, നിനക്ക് വേണ്ടി ദൈവം ചലിക്കപ്പെടാൻ പോകുക. പ്രാർത്ഥിക്കുന്ന നീ കാണാത്തത് ആമ ഇന്ന് പകൽ പ്രാർത്ഥിക്കുന്നത് നിനക്ക് വേണ്ടി ആമ ഒരു കയറും ചലിക്കപ്പെടുന്നുണ്ട്. ആമ ഒരു മേഘത്തിന്റെ കാവേ ഒരു മേഘം വരാൻ തുടങ്ങിയപ്പോ ആമേ പറയുന്നു, എലിയാ പറയുന്നു ആഹാബിനോട് പറയുക, ആഹാബേ നീ മരം മുറക്കിക്കൊള്ളുക, വേഗത്തിൽ മഴയ്ക്ക് മുമ്പ് നീ പോയിക്കൊള്ളുക എന്ന് പറഞ്ഞ് രഥത്തിനകത്ത് കുതിരകളെ പൂട്ടിയ രഥത്തിനകത്ത് വളരെ വേഗത്തിൽ പൊക്കൊണ്ടിരിക്കുമ്പോ ആഹാബിന്റെ അരികിൽ കൂടെ ഒരു കാറ്റ് കടന്നുപോയി. അത് ആഹാബ് തിരിഞ്ഞു നോക്കുമ്പോ ആഹാബിന്റെ രഥത്തെക്കാൾ വേഗത്തിൽ ഓടുന്ന ഏലിയാവിനെ കാണാമെങ്കിൽ ഇന്ന് പകൽ ഞാൻ വിളിച്ചു പറയാ, നീ പ്രാർത്ഥിക്കുന്നവനാണെങ്കിൽ, നീ നിലവിളിക്കുന്നവനാണെങ്കിൽ നിന്നെ ചലിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്, നിന്നെ ചലിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്, നിന്നെ ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്. നിലവിളിക്കുന്നവരോട് ഞാൻ നിലവിളിച്ചു പറയാ, നിന്റെ മേൽ വാഗ്ദത്തങ്ങളെ തരുന്ന ഒരുവനുണ്ട്. നീ പ്രാർത്ഥിക്കുന്നവനാണെങ്കിൽ, നീ നിലവിളിക്കുന്നവനാണെങ്കിൽ ദൈവ സ്വർഗം നിനക്ക് വേണ്ടി ഇറങ്ങി വരും. ഓ, വിശ്വസിക്കുന്നവർ മാത്രം കർത്താവിനെ സ്തോത്രം ചെയ്യും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എത്ര ഒരു വിശ്വാസത്തോടെ ഏറ്റെടുക്കുക. ആമേ പ്രാർത്ഥിക്കുന്നവനാണെങ്കിൽ, അതുകൊണ്ട് അപ്പോസ്തലന്മാർ പറഞ്ഞു ഇടവിടാതെ പ്രാർത്ഥിക്കുന്നവരാണ്. ആമേ എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്. 1 തെസ്സലോനിക്ക ലേഖനം 5-ാം അധ്യായം 17-ാമത്തെ വാക്യം പറയുക. 5-ാം അധ്യായത്തിന് 17-ാമത്തെ വാക്യം പറയുന്നു, ഇടവിടാതെ പ്രാർത്ഥിപ്പീൻ. പിടികിട്ടുന്നു നിങ്ങളുടെ അകത്തെ. എപ്പോഴും പ്രാർത്ഥിക്കണം, ഇടവിടാതെ പ്രാർത്ഥിക്കണം. കാരണം പിശാചിന്റെ തന്ത്രങ്ങളിൽ നിന്ന് ജയിക്കുന്നത് പ്രാർത്ഥനയായ. ഹല്ലേലൂയ. വാഗ്ദത്തങ്ങളിൽ അകറിയണമെങ്കിൽ ഇടവിടാതെ പ്രാർത്ഥിക്കുന്ന എത്ര ഒരു വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്. അപ്പൊ പ്രാർത്ഥിക്കുന്നവന് വേണ്ടി വാഗ്ദത്തങ്ങൾ റിലീസ് ചെയ്യും. പ്രാർത്ഥിക്കുന്നവന് വേണ്ടി ദൈവിക കരുതൽ വെളിപ്പെടും. അപ്പോ യാക്കോബിന്റെ ലേഖനം എന്നെടുത്തേ 5-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യം. യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായം 13-ാമത്തെ വാക്യം. നിങ്ങൾ ഈ കഷ്ടം അനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ, സുഖം അനുഭവിക്കുന്നവർ പാട്ടുപാടട്ടെ, നിങ്ങൾ ധീരമായി കിടക്കുന്ന സഭയിലെ മൂപ്പന്മാരെ വരുത്തട്ടെ, അവർ കർത്താവിന്റെ നാമത്തിൽ അവനെ എണ്ണ പൂശി അവന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. അപ്പൊ ഈ പ്രാർത്ഥനയുടെ ഘടകം നിങ്ങളുടെ അകത്ത് പിടികിട്ടുന്നുണ്ടോ? പ്രതിസന്ധിക്കകത്ത് നിൽക്കുകയാണെങ്കിൽ, പ്രതികൂലത്തിനകത്തൂടെ പോവുകയാണെങ്കിൽ, കഷ്ടതയ്ക്കകത്തൂടെ പോവുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാൻ പറഞ്ഞു? പ്രാർത്ഥിക്കുന്നവരാകണം, പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുന്നവരാകണം. നിങ്ങളുടെ മുന്നിൽ വാതിൽ ദൈവം തുറക്കണമെന്ന് വരികിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരാകണം. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ടേബിൾ വെച്ചുള്ള പ്രാർത്ഥന മാറണം. ഒരനുഗ്രഹത്തിൽ എത്തിച്ചേരത്തില്ല. നിങ്ങളും ദൈവവും തമ്മിലുള്ള ബന്ധത്തെ ഉറപ്പിക്കുന്ന പ്രാർത്ഥന. പിതാവാം ദൈവവും യേശുവും തമ്മിലുള്ള ബന്ധത്തെ ഉറപ്പിച്ചതാണ് പ്രാർത്ഥന. ദൈവം കർത്താവിനോട് സകലതും വെളിപ്പെടുത്തി കൊടുത്ത പ്രാർത്ഥനയിലാണ്. തന്റെ ശിഷ്യന്മാരോട് പറയുന്നതിന് മുഴുവൻ മുന്നിലും യേശു പ്രാർത്ഥിക്കുന്നവനായി കാണാം. ഇവിടെ പറയുന്ന വാക്യതാണ്, നിങ്ങൾ കഷ്ടം അനുഭവിക്കുന്നവർ പ്രാർത്ഥിക്കണം. പ്രതിസന്ധിക്കകത്താണോ? പ്രാർത്ഥിക്കണം. ദൈവസന്നിധി നെടുമ്പാട് നിലവിളിച്ച് പ്രാർത്ഥിക്കണം. ആർക്കിട്ടേലും പണിയൊക്കെ കൊടുത്തു പോയിരുന്നു കുത്തിയിരുന്ന് പ്രാർത്ഥിച്ചിട്ടൊന്നും കാര്യമില്ല. ക്ലിയർ ചെയ്തിട്ടേ പ്രാർത്ഥിക്കാവുള്ളൂ. യാഗപീഠത്തിന് വരുന്നതിന് മുന്നേ തന്നെ എല്ലാം ക്ലിയർ ചെയ്യണം. ഇവിടെ എന്താ പറയുന്നത്? നിങ്ങൾ കഷ്ടം അനുഭവിക്കുന്നുവെങ്കിൽ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. അല്ലാതെ പ്രാർത്ഥിക്കട്ടെ, സുഖം അനുഭവിക്കുന്നവർ പാട്ടുപാടട്ടെ, എന്നിട്ട് പറയാം നിങ്ങളിൽ
ദീനമായി കിടക്കുന്നവൻ നിങ്ങൾ ദീനമായി കിടക്കുന്നവൻ സഭയിലെ മൂപ്പന്മാരെ വരുത്തട്ടെ. അവർ കർത്താവിന്റെ നാമത്തിൽ അവരെ എണ്ണ പൂശി പ്രാർത്ഥിക്കട്ടെ. അപ്പൊ പ്രാർത്ഥനയുടെ അനിവാര്യത കണ്ടോ? പ്രാർത്ഥനയിൽ കൂടെ മാത്രമേ വാതിൽ തുറക്കത്തുള്ളൂ. പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി ദൈവം വാതിലുകളെ തുറക്കും. പ്രാർത്ഥനയുടെ ടേബിളൊന്നും മാറ്റാൻ എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട്? സമയം കുറച്ചുകൂടെ എടുത്ത്, അല്ലെങ്കിൽ സമയം കൂടുതലെടുത്ത് ദൈവസന്നിധി, ഞാൻ പറഞ്ഞത് നിങ്ങൾ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി ദൈവം തരും. നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതം ശൈലി നിങ്ങളുടെ മാറണം. നിങ്ങൾ ഒരുക്കമുള്ള പ്രാർത്ഥിക്കുന്നവരായി മാറണം. അത്ഭുതം നടക്കണ്ടേ? വിടുതലിലേക്ക് പോകണ്ടേ? പ്രാർത്ഥന എപ്പോഴും അനിവാര്യമായി. ഇവിടെ പറയുന്നു അവർ എണ്ണ പൂശി അവന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. എന്നാൽ വിശ്വാസത്തോടു കൂടിയുള്ള പ്രാർത്ഥന ദീനക്കാരനെ രക്ഷിക്കും, കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും. പിടികിട്ടിയോ? വിശ്വാസത്തോടെ. അപ്പൊ പ്രാർത്ഥിക്കുന്നവനും വിശ്വാസം വേണം, പ്രാർത്ഥന കൈക്കൊള്ളുന്നവനും വിശ്വാസം വേണം. ഇപ്പൊ രക്തസ്രാവക്കാരി യേശുവിന് അരികിൽ വരുന്നു. അവർക്ക് എന്തൊരു വിശ്വാസമുണ്ട്? യേശുവിനെ ഞാൻ ചെന്ന് കാണുമെന്നും അവൻ എന്നെ വിടുവിക്കുമെന്നും അവിടെ അകത്തൊരു ഉറപ്പ് വന്നു. ആ വിശ്വാസമാണ് അവളെ സൗഖ്യമാക്കുവാൻ കാരണമായത്. വിശ്വാസമില്ലെങ്കിൽ പ്രാർത്ഥന വതായ. ദൈവത്തിലുള്ള വിശ്വാസം നിങ്ങളുടെ അകത്ത് വെളിപ്പെടണം. ഇവിടെ പറഞ്ഞ വാക്കിതായിരുന്നു, ദീനക്കാരെ രക്ഷിക്കുകയും കർത്താവിനെ എഴുന്നേൽപ്പിക്കുകയും ചെയ്യും. അമ്മ നിങ്ങളുടെ അകത്ത് പിടികിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുക. അപ്പൊ നിങ്ങളെ ദൈവം നിങ്ങളെ കൂട്ടിക്കൊണ്ടൊരു ഒരു വാഗ്ദത്തത്തിൽ ഏൽപ്പിച്ച ദൈവം നിൽക്കുന്നേ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഈ വാഗ്ദത്തങ്ങളെ നിങ്ങളുടെ മേൽ റിലീസ് ചെയ്യണമെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ അത് വരണമെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരാകണം. വിശ്വസിക്കുന്നു? ഈ അപ്പോസ്തലന്മാരെ കൊണ്ടുവന്നാലും, പഴയ നിയമത്തിലുള്ള ഏലിയാവിനെ കൊണ്ടുവന്നാലും, ദാവീദിനെ കൊണ്ടുവന്നാലും, ആരെ ഇവരെല്ലാം എന്ത് ചെയ്യുന്നവരായിരുന്നു? പ്രാർത്ഥിക്കുന്നവരായിരുന്നു. പ്രാർത്ഥിക്കാതെ, ഞാൻ പറഞ്ഞ പ്രസംഗിക്കുന്നതോ മറ്റൊന്നിനേക്കാളും അനിവാര്യം പ്രാർത്ഥിക്കുന്ന. പ്രാർത്ഥനയിലിരിക്കുന്ന ഒരുവന് വേണ്ടി സ്വർഗം ഇറങ്ങി വരും. പ്രാർത്ഥിക്കുന്ന ഒരുവനെ കരുതാൻ സ്വർഗത്തിലെ ദൈവമുണ്ട്. എത്ര സമയങ്ങൾ നിങ്ങളുടെ ജീവിതത്തിനകത്ത് വെളിപ്പെടുന്ന അത്രയും സമയം പ്രാർത്ഥിക്കുന്നവരാകണം. എത്ര പേര് ആമേൻ പറഞ്ഞ് ഏറ്റെടുക്കുന്നുണ്ട്? അങ്ങനെ ഒരു ചിന്ത നിങ്ങളുടെ അകത്തുണ്ടെങ്കിൽ, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം അതിൻ്റെ 1-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 19-ാമത്തെ വാക്യം. നിങ്ങൾ മനസ്സ് വെച്ച് കേട്ട് അനുസരിക്കുന്നുവെങ്കിൽ ദേശത്തിലെ നന്മ, നിങ്ങൾ മനസ്സ് വെച്ച് കേട്ട് അനുസരിക്കുന്നുവെങ്കിൽ ദേശത്തിലെ നന്മ അനുഭവിക്കും. ദേശത്തിലെ നന്മ നിങ്ങളുടെ ജീവിതത്തിൽ വരും. ദൈവവചനപ്രകാരം നിങ്ങൾ കേട്ടനുസരിക്കുന്നുവെങ്കിൽ. അനേകർ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, അനേകർ ചിലപ്പോൾ അത്ഭുതങ്ങൾ കണ്ടിട്ടുണ്ടാകാം, അടയാളങ്ങൾ കണ്ടിട്ടുണ്ടാകാം. അവിടെ കൊണ്ട് അവസാനിക്കുന്നതല്ല നിങ്ങളുടെ ജീവിതം. നിങ്ങളുടെ ജീവിതം പ്രാർത്ഥനയുള്ള ജീവിതമായി മാറണം. ഇവിടെ പറയുന്ന യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്നത്, കേട്ടനുസരിക്കുന്നുവെങ്കിൽ, നിങ്ങൾ പ്രാർത്ഥിക്കാൻ തയ്യാറാണെന്ന് വരികിൽ നിങ്ങൾക്ക് ദേശത്തിലെ നന്മ നിങ്ങളുടെ ജീവിതത്തിൽ വരും. നിങ്ങൾ അനുഗ്രഹിക്കപ്പെടാതിരിക്കുന്നുണ്ടെങ്കിൽ, വഴികൾ അടയപ്പെട്ടു പോകുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതം കുറവാ. ഈ പ്രാർത്ഥന എന്താണ്? ദൈവവുമായുള്ള ബന്ധത്തെ ഉറപ്പിക്കുന്ന പ്രാർത്ഥന. പ്രാർത്ഥന വാതിലുകളെ തുറക്കുന്ന, പ്രാർത്ഥിക്കുന്ന യോഹന്നാനെ നോക്ക്. പത്മോസ് വീഴുമ്പോഴും അവിടെയും വാതിൽ തുറക്കുകയാ. 3 നേരം ദൈവസന്നിധി മുഴങ്കാലും അടക്കി പ്രാർത്ഥിക്കുന്ന ദാനിയേലിനെ കാണ്. സിംഹ കുഴിക്കകത്ത് എറിയപ്പെടുമ്പോഴും അവന് വേണ്ടി സ്വർഗം ഇറങ്ങുകയാ. ചന്ദ്രക്കിനെ, മേശക്കിനെ, അബേദ്നെഗോവിനെ നോക്ക്.
ദൈവത്തിന് വേണ്ടി നിന്നവൻ തീക്കാത്തെറിയപ്പെടുമ്പോൾ സ്വർഗം അവന്റെ കൂടെ നിൽക്കുക. ഇന്നൊരു പ്രതിസന്ധിക്കകത്തു നിങ്ങൾ നിൽക്കട്ടെ. ഈ പ്രതിസന്ധിക്ക് നിങ്ങൾ പുറത്തു വരാതിരിക്കുന്നുണ്ടെങ്കിൽ അവിടെ എഴുതി വെച്ചു നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതം കുറവായതുകൊണ്ട്. ഒരു പ്രതിസന്ധിക്കകത്ത് നിന്നിട്ട് ഒരു വഴികൾ തുറക്കുമെന്ന് നിങ്ങൾ വിചാരിച്ചിട്ട് ആ വഴികൾ തുറക്കാതിരിക്കുന്നുണ്ടെങ്കിൽ കർത്താവ് പുതുവഴി തുറക്കുമെന്നല്ല, നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തെ ഒന്ന് മാറ്റി എഴുതേണ്ട സമയമായി. ദൈവം പറഞ്ഞു കേട്ടനുസരിക്കാൻ തയ്യാറാണെങ്കിൽ നിനക്ക് നന്മ വരാൻ പോവാ. എത്ര പേർ ആമേൻ പറയുന്നുണ്ട്? നീ ഇങ്ങനെ ഇരിക്കേണ്ടവനല്ല, നീ സൗഖ്യത്തോടെ നടക്കേണ്ടവനാ, നീ വിടുതലോടുകൂടി നടക്കേണ്ടവനാ, നീ അത്ഭുതത്തോടുകൂടി നടക്കേണ്ടവനാ. ഇന്ന് പകൽക്കാലം യേശു പറഞ്ഞു കഷ്ടതയുണ്ടെന്ന് പറയുന്നത് ഈ ഭൂമി വരുന്ന കടഭാരത്തെ ഉദ്ദേശിച്ചല്ല പറഞ്ഞ്, എന്റെ നാമത്തിൽ ഇറങ്ങി പുറപ്പെട്ട ചില കഷ്ടതകളൊക്കെ ഉണ്ട്, അതിന്റെ മധ്യത്തിൽ ഞാൻ വരും. നീ എന്റെ നാമത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഏറ്റ പോലെ നീ നിന്നെ അനുഭവിക്കേണ്ടി വരും. ഞാൻ അനുഭവിച്ച പോലെ പീഡ അനുഭവിക്കേണ്ടി വരും. നിന്നെ കുറിച്ച് അനാവശ്യങ്ങൾ ദേശത്ത് പറയാൻ സാധ്യതയുണ്ട്. പക്ഷെ ഇതൊക്കെ ഉണ്ടെങ്കിലും ഞാൻ നിന്നോട് കൂടെ ഇരിക്കുന്ന ഒരു ദൈവമാ. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിൽ അറിയണം, ഒരു പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ പൈതലാണെങ്കിൽ, ഒരു പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ പൈതലാണെങ്കിൽ, അതുകൊണ്ട് ഇന്ന് പകൽ പരിശുദ്ധാത്മാവിനകത്ത് നിങ്ങൾ അറിയണം, ഒരു അനുഗ്രഹത്തിലേക്ക് നിങ്ങൾ പോകണമെങ്കിൽ നിങ്ങൾ ഇന്ന് പകൽ ഞാൻ പറയുന്നു, നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരായി മാറണം. പ്രാർത്ഥനയ്ക്ക് ഇമ്പോർട്ടന്റ്, ഇടപെടാതെ പ്രാർത്ഥിക്കുന്നവരാകണം, എപ്പോഴും സ്തോത്രം ചെയ്യുന്നവരാകണം. ദൈവസന്നിധിയിൽ ഇന്ന് പകൽക്കാലം വിളിച്ചു പറയണം ദൈവത്തോട്, കർത്താവേ അങ്ങയുടെ ആത്മാവിനെ ഞങ്ങളുടെ മേൽ അധികമായി തരണം. ഈ ലോകത്തെ ജയിച്ചവന്റെ ആത്മാവിനെ ഞങ്ങളുടെ മേൽ അധികമായി തരണം. പ്രാർത്ഥനയിൽ ഉറ്റരിക്കുന്നവരാകണം, പ്രാർത്ഥനയ്ക്ക് സമയം കണ്ടെത്തുന്നവരായി മാറണം. ഞാൻ പറഞ്ഞൊരു ടിപ്പിക്കൽ നിങ്ങളുടെ ഒരു പ്രാർത്ഥന കൊണ്ട് സ്വർഗം തുറക്കത്തില്ല കേട്ടോ. അവൻ ദൈവസന്നിധി നെടുമ്പാട് നിന്നുകൊണ്ട് ദൈവത്തോട് നിലവിളിക്കുന്നവനാണെങ്കിൽ നീ നിലവിളിച്ച് പായെഴുതേക്കുന്നതിന് മുമ്പ് സ്വർഗം നിനക്ക് ഉത്തരമരുളാൻ തുടങ്ങും. എത്ര പേർ ആമീൻ പറഞ്ഞ് ഏറ്റെടുക്കുന്നെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അല്ലെങ്കിൽ ഇന്ന് പകൽക്കാലം ആത്മാവിനകത്തറിയാവോ, പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ എഴുന്നേൽക്കുമ്പോ ദൈവം ചില വാഗ്ദത്തങ്ങളെ നിന്റെ മേൽ ചെയ്യുവാൻ തുടങ്ങും. എത്ര പേർ വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? ഇന്ന് പകൽ ആത്മാവിനകത്തറിയാം, ആത്മാവിൽ വിശ്വസിക്കുക. ദൈവം നിന്നോടൊരു വാഗ്ദത്തം പറയുന്നുണ്ടെങ്കിൽ, അത് പ്രവാചകനെ കൂടെ പറയുന്നുണ്ടെങ്കിൽ, ഇന്ന് പകൽക്കാലം എഴുതിയോ, പ്രതിസന്ധികൾ എത്ര അതിനകത്ത് കറങ്ങി വന്നാൽ, മരണപാശങ്ങൾ നിന്റെ തൊട്ടരികിൽ വന്നാൽ അത് നിന്നെ തൊടത്തില്ല. സ്വർഗം പറഞ്ഞു വാഗ്ദത്തം നിന്റെ മേലുണ്ടെങ്കിൽ ഇന്ന് പകൽ ആത്മാവിനകത്തഴിഞ്ഞു. എത്ര വലിയ രോഗത്തിന്റെ ശക്തി നിന്റെ മേൽ വന്നാലും, എത്ര വലിയ ബന്ധനങ്ങൾ നിന്റെ ജീവിതത്തിൽ വന്നാലും, നിന്നോട് ദൈവം ഒരു വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ അവൻ സർവശക്തനായ ഒരു ദൈവമാ. എത്ര പേർ വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? അമീന് പറയുന്നതിനകത്ത് വിശ്വസിച്ചോണം. ദൈവസന്നിധിയിൽ ഒരു വിശ്വാസം നിന്റെ അകത്ത് വരണം. ഹല്ലേലൂയ. ദൈവം പറഞ്ഞതിനെ വിശ്വസിക്കാൻ റെഡിയാകണം. ഒന്ന് പ്രാർത്ഥനയിൽ ഉറ്റിരിക്കണം, രണ്ട് വിശ്വസിക്കുന്നവരാകണം. നിങ്ങളുടെ അകത്ത് തിരിച്ചറിയുമ്പോ അതിനെ ഒരിക്കൽ പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഒരു പ്രാർത്ഥനാ ഹോളിനകത്ത് നിൽക്കുമ്പോ ഒരു ദൈവത്തിന്റെ ദാസം വിളിച്ചു പറഞ്ഞു, പ്രത്യേകിച്ച് ആരോടും പറഞ്ഞതല്ല, പുള്ളിക്കാരൻ പറഞ്ഞു, ശരീരത്തിൽ നിന്ന് ബ്ലീഡിങ് ഉണ്ടാകുന്ന ആളുകളെ ദൈവം സൗഖ്യമാക്കുക. ഒരു വ്യക്തിയോടല്ല പറയുന്നേ, ഒരു പ്രവചനം പോലെ വിളിച്ചു പറഞ്ഞു സൗഖ്യമാകുക. അതുപോലെ തന്നെ പറഞ്ഞു വളഞ്ഞിരിക്കുന്ന കാലുകൾ നുവരപ്പെടുന്നു. പ്രവചനം പോലെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുക. ഇവിടെ ദൈവത്തിന്റെ വലിയൊരു സൗഖ്യം നടന്നുകൊണ്ടിരിക്കുകയെന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ സ്വർഗത്തിലെ ദൈവത്തിന്റെ വലിയൊരു കരുതൽ പോലെ എന്റെ തൊട്ടടുത്തിരുന്നൊരു മനുഷ്യനെ അവൻ ചാടി എന്നിട്ട് പറഞ്ഞു, എന്റെ വളഞ്ഞ കാലിനെ ദൈവം സൗഖ്യമാക്കി. അവൻ ചാടി എന്നിട്ട് സാക്ഷ്യം പറയുമ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, അവനെ സൗഖ്യമാക്കിയെങ്കിൽ എനിക്കൊരു ബ്ലീഡിങ് എന്റെ ശരീരത്തിൽ നിന്ന് നടന്നുകൊണ്ടിരിക്കുകയാ, അതെന്നെ സൗഖ്യമാക്കുന്ന ഒരു യേശു ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കാൻ തുടങ്ങി. അന്നേരം വല്ല സൗഖ്യമായ റിയലായിട്ട് ആ സമയത്തല്ല സൗഖ്യമായ, എനിക്കറിയത്തില്ല, എപ്പോഴോ ഞാൻ സൗഖ്യത്തിലേക്ക് നടക്കുവാൻ തുടങ്ങി. ഇന്ന് പകൽ ആത്മാവിനകത്ത് പറയാം, ദൈവം ഒരു വാഗ്ദത്തം നിന്റെ മേൽ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് ദൈവത്തിന് റൈറ്റ് സമയമാകുമ്പോ അത് നിന്റെ മേൽ വന്നു ചേരും. അതിനെ കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്നവരാണ്, ആ വാഗ്ദത്തത്തെ കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്നവരാണ്. അത് നടക്കത്തില്ലെന്നല്ല, അതിനെ കാത്തിരുന്ന് ക്ഷമയോടെ പ്രാർത്ഥിക്കുന്നവരാണ്. ദൈവം എന്നോട് പറഞ്ഞ വാഗ്ദത്തം എന്റെ മേൽ വരുമെന്ന് വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ റെഡിയാണെങ്കിൽ ഇന്ന് പകലിൽ ഒരു അത്ഭുതത്തെ ദൈവസന്നിധി വിശ്വസിക്കുക. ദൈവം ഒരു അത്ഭുതത്തെ ചെയ്യുമെന്ന്, ദൈവം ഒരു അത്ഭുതത്തെ ചെയ്യുമെന്ന് പ്രാർത്ഥിക്കുന്ന നിന്റെ നാവിന്മേൽ ദൈവം അത്ഭുതങ്ങളെ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക ഇന്ന് പകലിൽ.
ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമീൻ. 2 ദിവസങ്ങൾ കഴിഞ്ഞു, 3 ദിവസം കഴിഞ്ഞു, 4 ദിവസം കഴിഞ്ഞു. എനിക്കൊരു സൗഖ്യം വന്നില്ലെങ്കിൽ, ഓ അങ്ങേര് ചുമ്മാ പറഞ്ഞതാ. ഹല്ലേലൂയ, അങ്ങേര് ചുമ്മാ പറഞ്ഞോണ്ടാ, എനിക്കൊന്നും സംഭവിച്ചില്ലെന്നല്ല പറയുന്നത്. ഇത് ദൈവം പറഞ്ഞതാണെങ്കിൽ ആ സൗഖ്യം എനിക്ക് വരുമെന്ന് ഞാൻ വിശ്വസിക്കാൻ റെഡിയാണെങ്കിൽ, ദൈവത്തിന്റെ വാഗ്ദത്തം എന്റെ മേലുണ്ടെന്ന് ഞാൻ വിശ്വസിക്കാൻ റെഡിയാണെങ്കിൽ, നിന്നോട് പറഞ്ഞു ഒന്നുപോലും മാറിപ്പോകാതെ ദൈവം നിന്റെ പേർ ചെയ്യുക തന്നെ ചെയ്യും. ഇന്ന് പകൽ എത്ര പേർ വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? പ്രാർത്ഥിക്കുന്നവനായ പൗലോസ് കപ്പലിന്റെ ഛേദമുണ്ടാകുന്നതിന് മുമ്പ് രാത്രിയുടെ യാമത്തിൽ സ്വർഗത്തിലെ ദൈവം ചെന്നിട്ട് പറഞ്ഞു, പൗലോസ് നീ ഭയപ്പെടേണ്ട, നിന്നെ നീറോയുടെ മുന്നിൽ ഞാൻ നിർത്തുവാൻ പോവുകയാണ്. ആമി കപ്പൽ ഛേദമുണ്ടായി, പടകിലിരുന്നു. ആമി ചെന്ന് മിലിത്യ എന്ന ദ്വീപിൽ ചെന്നു, അവിടെ അണലി കടിച്ചു, എല്ലാം നടന്നു. പൗലോസ് ഓർത്തു നോക്കണം, പൗലോസിനോട് ദൈവം പറഞ്ഞ വാഗ്ദത്തം എന്നതാ, നിന്നെ നീറോയുടെ മുന്നിൽ നിർത്തുമെന്ന് ദൈവം പറഞ്ഞെങ്കിൽ ഇന്ന് പ്രാർത്ഥിക്കുന്ന പൈതലെ നീ അറിഞ്ഞോണോ, നിന്നോട് ദൈവം പറഞ്ഞ വാഗ്ദത്തമുണ്ടല്ലോ, അത് നിന്റെ മേൽ വന്ന് ചേരുക തന്നെ ചെയ്യും. അതിനകത്ത് ഇടയ്ക്ക് നടക്കുന്നതല്ല ഞാൻ ഈ പറയുന്നത്. പ്രാർത്ഥിക്കാൻ ഇരിക്കുന്നവനാണെങ്കിൽ, ദേശത്തിന്റെ നന്മ ഇന്ന് പകൽ കേട്ടനുസരിക്കാൻ തയ്യാറാണെങ്കിൽ, നീ മനസ്സ് വെച്ച് കേട്ടനുസരിക്കാൻ റെഡിയാണെങ്കിൽ, ദേശത്തിന്റെ നന്മ നിന്റെ തലമുറകളുടെ മേൽ വന്നു ചേരും. എത്ര പേര് വിശ്വാസം ഏറ്റെടുക്കുന്നുണ്ട്? ഏറ്റെടുക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന്റെ വാക്കിനെ കേട്ടനുസരിക്കാൻ റെഡിയാണെങ്കിൽ, ദൈവം പറഞ്ഞതിനെ വിശ്വസിക്കാൻ റെഡിയാണെങ്കിൽ, നന്മ നിന്റെ ഭവനത്തിൽ വരുമെന്ന് വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യും. എത്ര പേര് വിശ്വാസം ഏറ്റെടുക്കുന്നുണ്ട്? ഹല്ലേലൂയ. അപ്പൊ ദൈവത്തെ കേട്ടനുസരിക്കുന്നവരായി വേണം. ആവർത്തന പുസ്തകം 28-ാം അധ്യായത്തിലേക്ക് ഒന്ന് വന്നേ. ആവർത്തന പുസ്തകം 28-ാം അധ്യായം. ആവർത്തന പുസ്തകം 28-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം. നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട് ഞാനിന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന അവന്റെ സകല കൽപ്പനകളും പ്രമാണിച്ചു നടന്നാൽ നിന്റെ ദൈവമായ യഹോവ നിന്നെ ഭൂമിയിലുള്ള സർവജാതികൾക്കും മീതെ ഉന്നതനാക്കും. അപ്പൊ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു? ദൈവത്തെ അനുസരിക്കുന്നവനാണ് 1. 2 പറഞ്ഞ് പ്രാർത്ഥിക്കുന്നവരാണ്. 2 നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് കേട്ടനുസരിച്ചാൽ നിനക്ക് ശ്രദ്ധിക്കും, പട്ടണത്തിൽ നീ ഒരനുഗ്രഹമായി മാറും. ദൈവത്തെ അനുസരിക്കുന്നവർക്ക്, ദൈവത്തെ വിശ്വസിക്കുന്നവർക്ക്, ദൈവസന്നിധി പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി ദൈവം അവനെ ഒരു അനുഗ്രഹമാക്കി മാറ്റും. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? അതിന്റെ 3-ാമത്തെ വാക്യം പറയുക എന്താണ്? വയലിൽ നീ അനുഗ്രഹിക്കപ്പെടും, കൃഷിഫലവും എല്ലാം അനുഗ്രഹിക്കപ്പെടും. നീ കൊട്ടയും മാവും കുഴയ്ക്കുന്ന തൊട്ടിയും അനുഗ്രഹിക്കപ്പെടും. 6-ാമത്തെ വാക്യം, അകത്തു വരുമ്പോൾ നീ അനുഗ്രഹിക്കപ്പെടും, പുറത്തു പോകുമ്പോൾ നീ അകത്തു വരുമ്പോഴും പുറത്തു പോകുമ്പോഴും നീ ഒരു അനുഗ്രഹമായി മാറും. നീ ചെയ്യുന്ന എല്ലാ പ്രവർത്തികളിലും ദൈവം, കാരണം അവിടെ നമ്മൾ പറഞ്ഞു കൊണ്ടുവന്നു. യാക്കോബിലേക്ക് വന്നപ്പോൾ യാക്കോബിനോട് പറഞ്ഞു, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. നിങ്ങളുടെ കൂടെ ദൈവമുണ്ടെങ്കിൽ, നിങ്ങളുടെ കൂടെ ദൈവം നടക്കുന്നുവരികിൽ ദൈവത്താൽ ഒരു അനുഗ്രഹമായി മാറും. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? ഏറ്റെടുക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. എത്ര പേര് വിശ്വാസത്തിൽ അറിയുന്നുണ്ട്? ദൈവത്താൽ നമ്മളൊരു അനുഗ്രഹമാണെന്ന് പറയുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ. അതിന്റെ 8-ാമത്തെ വാക്യം പറയുന്നു, യഹോവ നിന്റെ കളപ്പുരകളിലും നീ തൊടുന്ന എല്ലാറ്റിലും നിനക്ക് അനുഗ്രഹം കൽപ്പിക്കും. നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശത്ത് അവൻ നിന്നെ ദൈവം നിന്നെ അനുഗ്രഹിക്കും. 9-ാമത്തെ വാക്യം പറയുന്നു, നിന്റെ ദൈവമായ യഹോവയുടെ കൽപ്പനകൾ പ്രമാണിച്ച് അവന്റെ വഴികളിൽ നടന്നാൽ യഹോവ നിന്നോട് സത്യം ചെയ്തതുപോലെ നിന്നെ തനിക്ക് വിശുദ്ധ ജനമാക്കി മാറ്റും. യഹോവയുടെ നാമം നിന്റെ മേൽ വിളിച്ചിരിക്കുന്നു. നീ ഭൂമിയിലെ സകല ജാതികളും കണ്ട് നിന്നെ ഭയപ്പെടും. നിനക്ക് തരുമെന്ന് യഹോവ നിന്റെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശത്ത് യഹോവ നിന്റെ നന്മയ്ക്കായി ഗർഭഫലത്തിലും കന്നുകാലികളുടെ ഫലത്തിലും നിലത്തിലെ ഫലത്തിലും നീ സമൃദ്ധി നൽകും. തക്ക സമയത്ത് നിന്റെ ദേശത്തിന് മഴ തരുവാൻ നിന്റെ വേലയൊക്കെ അനുഗ്രഹിക്കുവാനും യഹോവ നിനക്കും നിന്റെ സകല ഭണ്ഡാരവും ആകാശം തുറന്ന് നീ അനേക ജാതികൾക്ക് വായ്പ കൊടുക്കും. എന്നാൽ നീ വായ്പ വാങ്ങുന്നവനല്ല എന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്നു, ആജ്ഞാപിക്കുന്നു. അപ്പൊ ഇവിടെ പറഞ്ഞ ആവർത്തന പുസ്തകത്തിനകത്തെ മുഴുവൻ അനുഗ്രഹങ്ങളും വരുന്ന ചേർന്ന് ദൈവത്തെ ഫോളോ ചെയ്യുന്നവരാ, ദൈവത്തെ അനുസരിക്കുന്നവരാ,
ദൈവസന്നിധി, ഞാനിപ്പോൾ നിങ്ങൾ നിസ്സാരമായി ചിന്തിക്കുന്ന തലത്തിൽ ഒരിക്കലും ബ്ലെസ്സിങ് വരത്തില്ല. ഇമ്പോർട്ടൻ്റ് ഒന്നാം സ്ഥാനം ദൈവത്തിന് കൊടുത്തുകൊണ്ട് നിൽക്കുകയാണെങ്കിൽ നിനക്കുള്ള മാതിരികൾ ദൈവം തുറക്കും. അല്ലെങ്കിൽ എത്ര കാലങ്ങൾ മുന്നോട്ട് പോയാലും ഒരനുഗ്രഹത്തിൽ വരത്തില്ല. ഞാനത് പറഞ്ഞത് പ്രസംഗിക്കുന്നവൻ ഒറിജിനലാണോ എന്ന് ചിന്തിക്കണം. ദൈവസന്നിധി നിൽക്കുന്നവൻ തന്നെത്താൻ ശോധന ചെയ്ത് വേണം ദൈവസന്നിധി നിൽക്കുവാൻ. കർത്താവിനും ഞാനുമായിട്ടുള്ള ബന്ധം ഉറപ്പിച്ചുള്ളതാണെങ്കിൽ ദൈവം ഒന്നിനൊന്നിന് വഴികളെ തുറന്നു വരും. അല്ലെങ്കിൽ എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? ഏറ്റെടുക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കുന്നവരായി മാറണം. ദൈവത്തിൻ്റെ കരുണ അനുസരിക്കുന്നവരും ദൈവത്തെ മുന്നമേ കാണുന്നവരുമായി മാറണം. നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതം ഏറ്റവും അനിവാര്യ. എബ്രായ ലേഖനം ഒന്നെടുത്ത് 4-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം. ആകയാൽ ദൈവത്തിൻ്റെ ജനത്തിന് ഒരു ശബത്ത് അനുഭവം ശേഷിച്ചിരിക്കുന്നു. 10-ാമത്തെ വാക്യം പറയുന്നു, ദൈവം തൻ്റെ പ്രവർത്തികളിൽ നിന്ന പോലെ അവൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിപ്പാൻ താനും തൻ്റെ പ്രവർത്തികളിൽ നിന്ന് നിവൃത്തനായി തീർന്നു. അതുകൊണ്ട് ആരും അനുസരണക്കേണ്ട സമശിഷ്ടാന്തത്തിനൊത്തവണ്ണം വീഴാതിരിക്കേണ്ടതിന് നാം ആ സ്വസ്ഥതയിൽ പ്രവേശിക്കുവാൻ ഉത്സാഹിക്കണം. പിടികിട്ടുന്നോ? ദൈവസന്നിധിയിൽ നിൽക്കുന്നവൻ, ദൈവത്തോട് നിലനിൽക്കുന്നവൻ, അവനൊരു അനുഗ്രഹം ദൈവം വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു വാഗ്ദത്തം വെച്ചിട്ടുണ്ടെങ്കിൽ ആ വാഗ്ദത്തത്തെ പിടിക്കുന്നവനായി മാറണം. ഈ വാഗ്ദത്തം ദൈവം ദാനമായി തന്നു, ഇതനുഭവിപ്പാൻ നിനക്ക് കൃപ വേണമെങ്കിൽ നിന്റെ ജീവിതത്തിൻ്റെ ശൈലി മാറണം. ഇന്ന് പകൽ എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? പ്രാർത്ഥനയിൽ ഉറ്റിരിക്കാതെ ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ നിൽക്കാതെ അനുഗ്രഹത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കത്തില്ല. ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ മൂല്യം ദൈവവുമായുള്ള ബന്ധത്തെ ഉറപ്പിക്കുന്നവരായിരിക്കണം. നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതം, നിങ്ങളുടെ നടപ്പ്, ദൈവസന്നിധിയിലുള്ള നിൽപ്പ്, ദൈവം വാതിലുകൾ നിങ്ങൾക്ക് വേണ്ടി തുറക്കണമെന്ന് വരികിൽ ഇന്ന് പകലിൽ പറഞ്ഞോണോ, അബ്രഹാമിൻ്റെ അനുഗ്രഹം നിങ്ങൾ പറയുമ്പോൾ അബ്രഹാമിൻ്റെ അനുഗ്രഹത്തിൽ അബ്രഹാം എത്രത്തോളം ദൈവസന്നിധി പ്രാർത്ഥിക്കുന്നവനായിരുന്നു. പത്രോസിനെ കാരാഗ്രഹത്തിൽ നിന്ന് ദൈവം പുറത്തു കൊണ്ടുവരുന്നുവെങ്കിൽ ആമീൻ എത്രത്തോളം പ്രാർത്ഥിക്കുന്നവനായിരുന്നു. ആമീൻ. മെലിത്യായുടെ ദ്വീപിനകത്ത് പൗലോസിൻ്റെ കൈകളിൽ അണലി കടിച്ചു തുടങ്ങുമ്പോൾ പൗലോസ് പറയുക, ഇടപെടാതെ പ്രാർത്ഥിക്കുന്നവരാകണം. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തിനകത്ത് ദൈവം വാഗ്ദത്തങ്ങളെ ഒന്നായി അവരുടെ ജീവിതത്തിനകത്ത് വന്നു ചേരും. എത്ര ഒരു വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? ഹല്ലേലൂയ. എത്ര പേര് ഇന്ന് പകൽ വിശ്വസിക്കുന്നുണ്ട്? അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഞാൻ പറയുന്നു, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ദൈവസന്നിധി നിങ്ങൾ കൊടുക്കാൻ തയ്യാറാണെങ്കിൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യും. വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. ഒറ്റ വാക്യോട് വായിച്ച് ഞാൻ പ്രാർത്ഥിക്കാൻ പോവുക. യോശുവയുടെ പുസ്തകം 21-ാം അധ്യായം 45-ാമത്തെ വാക്യം. യോശുവയുടെ പുസ്തകം 21-ാം അധ്യായം 45-ാമത്തെ വാക്യം പറയുന്നു, യഹോവ ഇസ്രായേൽ ഗൃഹത്തോട് അരുളി ചെയ്ത വാഗ്ദത്തങ്ങളിൽ ഒന്നും വിധാവാകാതെ സകലവും നിവൃത്തിയായി. ദൈവം നിങ്ങളോടും നിങ്ങളുടെ തലമുറയോടും ചെയ്ത വാഗ്ദത്തങ്ങൾ ഒന്നുപോലും വൃഥാവാകാതെ സകലവും നിവൃത്തിയാകണമെങ്കിൽ അപ്പോസ്തലന്മാർ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം ചുരക്കിയും പ്രാർത്ഥനയിൽ ഇട്ടിരിക്കുന്നവരാകണം. പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ പൈതലാണെങ്കിൽ ഇന്ന് പകൽ പറഞ്ഞു, ദൈവം പറഞ്ഞ വാഗ്ദത്തങ്ങൾ ഒന്നും തന്നെ മാഞ്ഞു പോകത്തില്ല. ഒന്നുപോലും നിന്റെ ജീവിതത്തിനകത്ത് ദൈവസന്നിധിയിൽ വിശ്വസ്തത നീ കാണിക്കാൻ തയ്യാറാണെങ്കിൽ, നീ പ്രാർത്ഥിക്കാനിരിക്കാൻ തയ്യാറാണ്, ആര് വഴി അടച്ചാലും ദൈവം നിനക്ക് വേണ്ടി വാതിൽ തുറക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങളെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് പറയുക, ശോധന ചെയ്ത് നിങ്ങളെ തന്നെ നിങ്ങൾ തിരിഞ്ഞു നോക്കണം. ദൈവസന്നിധിയിൽ നടത്തിയ വഴികളിൽ നിൽക്കുന്ന നിപ്പ്, കർത്താവിന് വേണ്ടി നടക്കുന്ന നടപ്പ്, ആമേൻ
ഇന്ന് പകൽ എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നു? അതുകൊണ്ട് ബൈബിൾ പറയുക, ആമീൻ, ഹല്ലേലൂയ. ഉൽപ്പത്തി 21 പറയും, സാറയെ തക്ക സമയത്ത് ദൈവം സന്ദർശിച്ചെങ്കിൽ, യാക്കോബിനെ അനുഗ്രഹിച്ച് വർദ്ധിപ്പിച്ചെങ്കിൽ, ഇന്ന് പകലിലും അനുഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവസന്നിധിയിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരാകണം. അതുകൊണ്ട് ദൈവം നിങ്ങളോട് പറഞ്ഞ വാഗ്ദത്തങ്ങൾ, യഹോവ ഇസ്രായേൽ ഗൃഹത്തോട് അരുളി ചെയ്ത വാഗ്ദത്തങ്ങളിൽ ഒന്നും വൃഥാവാകാതെ, ഒന്നുപോലും നഷ്ടപ്പെടാൻ സകലവും ദൈവം നിവർത്തിക്കും. പക്ഷേ ഒരു ദൈവ പൈതലിന് മാത്രമേ ഈ അനുഗ്രഹം വരത്തുള്ളൂ. ദൈവ പൈതലിന് മാത്രമേ. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ കൊണ്ടുവരണം. പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുന്നവരാകണം. ആമി കൂട്ടായ്മ ആചരിക്കുന്നവരാകണം. ദൈവ അപ്പസ്തോലന്മാർ ഉപദേശം കേൾക്കുന്നവരാകണം. എന്തിനും ദൈവത്തോട് സംസാരിക്കുന്നവരായി നിങ്ങൾ മാറണം. അല്ലാത്ത ഒരു ജനവും ഈ പറയുന്ന പോലെ സ്വർഗത്തിൻ്റെ വിടുതലിലേക്ക് വരത്തില്ല. ദൈവത്തിൻ്റെ ജനത്തിനാണ് വാഗ്ദത്തങ്ങൾ കൊടുക്കുന്നത്. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? ഇന്ന് ഈ പകലിൽ ഞാൻ ഈ മെസ്സേജ് ഇവിടെ അവസാനിപ്പിക്കുന്നത് നിങ്ങളുടെ അകത്തറിയണം. നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതം മാറണം. എത്ര പേര് ആമേൻ പറയുന്നുണ്ട്? പ്രാർത്ഥനയുടെ ജീവിതത്തിൽ ദൈവസന്നിധിയിൽ ചുമ്മാ നിങ്ങളുടെ അകത്തേക്കും ചിന്തിച്ചേ, എത്ര സമയം നിങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിൽ ഇരിക്കുന്നവരാ? എത്ര സമയം കർത്താവിൻ്റെ മുൻപിൽ നിങ്ങൾ മുഴങ്കാലുകളും അടക്കുന്നവരാ? എത്ര പേരുടെ മുട്ടയില്ലാത്ത അഴമ്പ് വരുന്നുണ്ട്? എത്ര പേര് ആ ദൈവസന്നിധിയിൽ കരയാനൊഴിക്കുന്നുണ്ട്? എത്ര പേര് ദൈവത്തോട് നിലവിളിക്കുന്നവരുണ്ട്? നിങ്ങളുടെ ഉപജീവന മാർഗത്തിന് വേണ്ടി നിങ്ങൾ ഓടി നടക്കുമ്പോഴും ദൈവസന്നിധി നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരാണോ? നിങ്ങൾ എപ്പോഴൊക്കെയാണ് ദൈവസന്നിധി ഇരിക്കുന്നവർ? ദൈവം നിങ്ങളെ വിളിച്ചു വാഗ്ദത്തം ചെയ്തെങ്കിൽ, ഇന്ന് ആ വാഗ്ദത്തങ്ങളൊന്നും നിങ്ങളുടെ ജീവിതത്തിൽ കിട്ടാതെ നിങ്ങൾ ഇന്നും അലഞ്ഞുകൊണ്ടിരിക്കുകയാണോ? ഹല്ലേലൂയ. ഇന്ന് പകലറിയണം, ദൈവം പറഞ്ഞൊരു വാഗ്ദത്തം നിങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കപ്പെടണമെങ്കിൽ നിങ്ങൾ ഒരുക്കമുള്ളവരും പ്രാർത്ഥിക്കുന്നവരുമാകണം. ഇടപെടാതെ പ്രാർത്ഥിക്കുന്നവരായി മാറണം. ഹല്ലേലൂയ. ഇന്ന് പകൽ നിങ്ങൾക്ക് അറിവ് കുറവാണെങ്കിലും സ്വർഗം നിങ്ങളുടെ മേൽ അറിവിനെ പകരും. ആമേൻ. നിങ്ങൾ കണ്ടിട്ടില്ലാത്ത വഴികൾ ദൈവത്തിൻ്റെ കരത്തിലുണ്ട്. പ്രാർത്ഥിക്കാതെ ഒരു അത്ഭുതവും നടക്കത്തില്ല. ഏത് ദൈവദാസം പ്രാർത്ഥിച്ചാലും, ഏത് ദൈവദാസം ഉപവസിച്ചാലും നിങ്ങളുടെ ജീവിതത്തിൽ രൂപാന്തരപ്പെടുത്തി പ്രാർത്ഥിക്കാത്തിടത്തോളം കാലം അത്ഭുതങ്ങൾ നടക്കത്തില്ല. ഇന്ന് പകൽ വിശ്വാസത്തോടെ ആമി അബ്രഹാമിനോട് ദൈവം പറഞ്ഞ വാഗ്ദത്തത്തിന് വേണ്ടി അബ്രഹാം കാത്തിരുന്നത് പോലെ ഇന്ന് വാഗ്ദത്തങ്ങളെ അവകാശികളാക്കുവാൻ തക്കവണ്ണം കാത്തിരിക്കുന്നവരാകണം. 2, നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരാണ്. നിങ്ങളുടെ ദേശത്തിനകത്ത് നിങ്ങളെക്കുറിച്ച് നല്ല സാക്ഷ്യം പറയുന്നവരായി മാറണം. ഹല്ലേലൂയ. വിശ്വാസി എന്നുള്ള പേരിനെ കളയുന്നവരല്ല, വിശ്വാസത്തിൽ ഉറച്ചു നിന്ന് ദൈവത്തിന് എല്ലാത്തിനേക്കാൾ മുൻതൂക്കം കൊടുക്കുന്നത്. ഞാൻ ഇപ്പോഴും പറയും, ദൈവത്തിന് എല്ലാത്തിനേക്കാൾ പ്രാധാന്യം കൊടുക്കുന്നവൻ്റെ തലമുറയെ ദൈവത്തിന് അരികിൽ വരുള്ളൂ, അല്ലാത്തവൻ വരത്തില്ല. ദൈവസന്നിധി വിശ്വസ്തയോടെ നിന്ന് നമുക്ക് പല കാരണങ്ങൾ പറയാൻ കാണാം. ഇന്ന് ദൈവമക്കൾ നിങ്ങളുടെ പല കാരണങ്ങൾ നിങ്ങൾക്ക് പറയാൻ കാണും. പ്രാർത്ഥനയ്ക്ക് വരാതിരുന്നതിൻ്റെ കാരണങ്ങൾ പറയാൻ ഒത്തിരി കാരണങ്ങൾ. ഇതൊന്നും എനിക്കറിയത്തില്ല. എനിക്കറിയാവുന്ന ഒന്നേ ഉള്ളൂ, അവനെ പിന്തുടരുന്നവർക്ക് ഒരു നന്മയ്ക്കും അവൻ കുറവ് വരുത്തത്തില്ല. ഹല്ലേലൂയ. അവൻ എൻ്റെ സങ്കേതവും എൻ്റെ കോട്ടയുമാണെങ്കിൽ തക്ക സമയത്ത് അവൻ എനിക്ക് മുൻമഴയും പിന്മഴയും തരുന്നവ. അവൻ വെട്ടുക്കിളിയും തുള്ളനും തിന്നു മുടിച്ച ഒരു കാലമുണ്ടെങ്കിൽ അത് ഇരട്ടിയായി മടക്കി തരുന്നൊരു ദൈവമാണ്. അല്ലെങ്കിൽ യോബിൻ്റെ ജീവിതത്തിൽ മുഴുവൻ നഷ്ടപ്പെട്ടെങ്കിൽ 42-ാം അധ്യായത്തിനകത്ത് പറയുന്നു, അവൻ ഇരട്ടിയായി ദൈവം മടക്കി കൊടുത്തു. ഇന്ന് പകൽക്കാലം ഞാൻ വിശ്വസിക്കുന്നത് ഇങ്ങനെ തന്നെയാണ്. വാഗ്ദത്തങ്ങളിൽ നിങ്ങളെ റിലീസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരാകണം. ഹല്ലേലൂയ. നിങ്ങൾ പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുന്നവരാണ്. ഞാൻ ഈ മെസ്സേജിൻ്റെ തുടർമാനമായി എനിക്ക് കുറച്ച് നാളുകൾ എടുക്കേണ്ടി വരും. അതിനുകൊണ്ട് ഞാനിത് പ്രാർത്ഥിച്ച് കൊണ്ടുവന്നതിൻ്റെ കാരണം, ഇതിൻ്റെ തുടക്കം അത്ര ശാന്തമായിട്ട് ഞാൻ പറഞ്ഞതിൻ്റെ കാരണം ഇതാ, നിങ്ങൾ പ്രാർത്ഥിച്ച് തുടങ്ങാൻ വേണ്ടിയാണ്. ഇന്ന് മുതൽ ഇന്ന് പറയാം, ഇന്നലെ വരെ പ്രാർത്ഥിക്കാതിരുന്നെങ്കിൽ ചില കാര്യങ്ങൾ നിങ്ങൾ ക്രമീകരിച്ചിട്ട് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. നിങ്ങളുടെ വാക്കുകൊണ്ട് മറ്റുള്ളവർക്ക് ദോഷം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നാവ് കൊണ്ട് ഇനി ദോഷം പറയല്ലേ. ഹല്ലേലൂയ. ആ ദോഷം പറയാൻ നിൽക്കല്ലേ, മറ്റുള്ളവരെ പഴിക്കാൻ നിൽക്കല്ലേ, മറ്റുള്ളവരെ നിന്ദിക്കാൻ നിൽക്കല്ലേ. നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരാകണം. പ്രാർത്ഥിക്കുന്നവൻ്റെ വായിൽ നിന്ന് അരുതാത്ത ഒരു വാക്കും വരത്തില്ല. പ്രാർത്ഥിക്കുന്നവൻ്റെ വായിൽ നിന്ന് അത്ഭുതങ്ങളെ വരത്തുള്ളൂ. പ്രാർത്ഥിക്കുന്നവൻ്റെ നാവിനോടുകൂടെ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ നാവ് നിൽക്കും. എത്ര പേര് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നുണ്ട്? എല്ലാ കണ്ണുകളും അടച്ച ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചേ. ഫാദറെ, താങ്ക് യു ലോർഡ്. കർത്താവേ, അങ്ങയുടെ കൃപ ഞങ്ങളുടെ കൂടെ ഇരിക്കണം. അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളുടെ കൂടെ ഇരിക്കണം. അങ്ങയുടെ മഹത്വം ഞങ്ങളുടെ കൂടെ ഇരിക്കണം. അങ്ങയുടെ തേജസ് ഞങ്ങളുടെ കൂടെ ഇരിക്കണം. സ്വർഗത്തിലെ ദൈവത്തോട് പ്രാർത്ഥിച്ച് യേശുവിൻ്റെ നാമത്തിൽ കർത്താവേ, ആമീൻ. സഭയിലായിരിക്കുന്ന ഓരോ കുടുംബങ്ങളെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കപ്പാ, തൃക്കരങ്ങളിലേക്ക് ഏൽപ്പിക്കട്ടപ്പാ.
അങ്ങയുടെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അങ്ങയുടെ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവേ, ഇന്ന് കേട്ട ഓരോ ജനത്തെയും ദൈവം അനുഗ്രഹിച്ചു മാനിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സകല നന്മകളാൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പുതുവഴികളെ ദൈവം ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, വാഗ്ദത്തങ്ങളെ ദൈവം തരണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ പ്രാർത്ഥിച്ച് ഈ ജനത്തെ അനുഗ്രഹിക്കുന്നു. സ്വർഗത്തിൻ്റെയും ഭൂമിയുടെ നാഥനായ കർത്താവാകെ സ്തോത്രം ചെയ്യുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ്